പിന്നീട് നാം തിരുവചനം പരിശോധിക്കുമ്പോൾ ശലോമോൻ എഴുതിയ സങ്കീർത്തനവും ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ യദൂഥൂൻ എഴുതിയ ഒരു സങ്കീർത്തനം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ പ്രഥമ മഹാപുരോഹിതനാകുന്ന അഹരോന്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ അഹരോന്റെ അനുജനാകുന്ന പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശെ എഴുതിയ 90-ാം സങ്കീർത്തനം അല്ല പ്രാർത്ഥിച്ചത് ആ സങ്കീർത്തനം. അപ്പൊ മോശ പ്രാർത്ഥിച്ച ആ സങ്കീർത്തനവും ഇതിനകത്ത് ഉണ്ട്. പിന്നീട് നാം പഠിക്കുമ്പോൾ വേദപണ്ഡിതാക്കളിൽ പലരും അഭിപ്രായപ്പെടുന്നത് 1-ാം സങ്കീർത്തനവും 119-ാമത്തെ സങ്കീർത്തനവും എസ്രാ ശാസ്ത്രി എഴുതിയത് എന്നാണ് പറയുന്നത്. കാരണം ന്യായപ്രമാണത്തിൽ വിദഗ്ധ ശാസ്ത്രിയായിരുന്നു. ആ 119-ാം സങ്കീർത്തനം പഠിക്കുമ്പോഴെല്ലാം ന്യായപ്രമാണം, പ്രമാണം, കൽപ്പന, ചട്ടം, വിധി ഇങ്ങനെയുള്ള പദങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട്. വചനം. അപ്പൊ അദ്ദേഹം ഇതിനകത്ത് വിദഗ്ധ ശാസ്ത്രിയായതുകൊണ്ട് 119-ാം സങ്കീർത്തനം എബ്രായ അക്ഷരമാലയുടെ ക്രമത്താൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 119-ാം സങ്കീർത്തനം. അപ്പൊ ഇത് എസ്രാ ശാസ്ത്രിയാൽ എഴുതപ്പെട്ടു എന്നാണ് സിംഹഭാഗം ആൾക്കാരും പഠിപ്പിക്കുന്നതും വിശ്വസിക്കുന്നതും. പിന്നീട് നമുക്കറിയാം കോരകപുത്രന്മാരുടെ സങ്കീർത്തനം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കോരകന് 3 മക്കളെന്നാണ് നമ്മൾ വായിക്കുന്നത്. അസൂർ, എൽക്കാന, അബിയാസാബ്. അടാ പുറപ്പാട് 6:24 അപർണ സംഘം മറന്നുപോയി. എടുത്തവരെന്ന് വായിച്ച്. കോരകന്റെ പുത്രന്മാർ അസൂർ, എൽക്കാന, അബിയാസാബ് എന്ന്. എടുത്തവരെന്ന് വായിച്ചേ. 6:24 6:24 ഒന്ന് വായിച്ച്. കോരഹിന്റെ പുത്രന്മാർ അസൂർ, എൽക്കാന, അബിയാസാഫ് ഇവ കോരഹ്യ കുലങ്ങൾ. കോരഹിന്റെ പുത്രന്മാര് അസൂർ, എൽക്കാന, അബിയാസാഫ്. അപ്പോൾ ഇവര് 3 പേര്. അങ്ങനെ കോരക പുത്രന്മാർ എഴുതിയ സങ്കീർത്തനവും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓർപ്പിച്ചല്ലോ, ലേവി ഗോത്രത്തിൽ കോരക കുലത്തിൽ ബേരക്യാവിന്റെ മകനാകുന്ന ആസാഫിന്റെ സങ്കീർത്തനം. ആസാഫിനെ പറ്റി പഠിക്കുന്നത് സംഗീത ശുശ്രൂഷയ്ക്ക് വളരെ നിയമനം ലഭിച്ച ആളും കഴിവുള്ള ആളായിരുന്നെന്നാണ്. ഞാൻ സാധാരണ ആ ഭാഗം പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഈ ആസാഫിന്റെ കഴിവിനും പ്രാപ്തിക്കും ആ വിശേഷതയ്ക്കും അനുസരിച്ച് ആദ്യം ഒരു നിയമനം കൊടുത്തില്ലെന്ന. സംഗീതത്തിൽ അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളായിരുന്നു ആസാഫ്. പക്ഷെ തൻ്റെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ച് ഒരു നിയമനം ആദ്യം കൊടുത്തില്ല. ദാവീദ് ആദ്യം നിയമിച്ചപ്പോൾ സാധാരണ ഒരാളെ നിയമിക്കുന്ന പോലെ ആസാഫിനെ നിയമിച്ചെന്ന. നിങ്ങളാണ്ട 15-ാം അധ്യായത്തിന്റെ 16 മുതലൊന്ന് വായിച്ചേ. ദിനവൃത്താന്തം കണ്ട 1-ാം പുസ്തകം 15-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള തിരുവെടുത്ത് ഒന്ന് വായിച്ച് സഹായിച്ചാണ്. പിന്നെ ദാവീദ് ലേവ്യരിലെ പ്രധാനന്മാരുടെ വീണ, കിന്നരം, കൈത്താളം. ഒന്നുകൂടെ വായിച്ചേ. പിന്നെ ദാവീദ് ലേവ്യരിലെ പ്രധാനന്മാരോട് വീണ, കിന്നരം, കൈത്താളം എന്നീ വാദ്യങ്ങളാൽ സന്തോഷനാദം ഉച്ചത്തിൽ ധ്വനിപ്പിക്കേണ്ടതിന് സംഗീതക്കാരായ തങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കൽപ്പിച്ചു. അടുത്തത് അങ്ങനെ ലേവ്യർ യോവേലിന്റെ മകനായ ഹേമാനെയും മകനാകുന്ന ഹേമാനെയും അവന്റെ സഹോദരന്മാരിൽ അവന്റെ സഹോദരന്മാരിൽ ബെരക്യ വെട്ടമില്ലെന്ന് തോന്നി. ഇനി വെട്ടത്ത് വന്നിരുന്നു വായിക്കോ. വെട്ടത്ത് വായിക്കുന്ന ആസാഫിനെയും അവരുടെ സഹോദരന്മാരായ മെരാര്യരിൽ കൂശായാവിന്റെ
മകനായ ഏഥാനെയും അവരോട് കൂടെ രണ്ടാം തരത്തിലെ തങ്ങളുടെ സഹോദരന്മാരായ സെഖരിയാവ്, ബെൻ, യാസിയേൽ, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഈ ഭാഗം വായിക്കുന്ന ഒരു തപ്പല് വരുന്നത്. വായിച്ചോ. പേരുകളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, എന്നാലും വായിച്ചോ. യെഖിയോൻ, ഉന്നി, ഉള്ളതാട്ടെ വായിക്കും. ഏലിയാബ്, ബെനയാവ്, മയസേയാവ്, മദത്തിയാവ്. പരുവക്കേട മതി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, എന്നാലും വായിച്ച് സഹായിക്കുന്നതിന് വലിയ ഉപകാരം. അപ്പൊ ഇവരെ ആദ്യത്തെ നിയമനം സാധാരണ ഒരു നിയമനമാണ് കൊടുത്തത്. എന്നാൽ ഈ ആസാഫ് സംഗീതത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ആളാ, വലിയ നിപുണതയുള്ള ആളാ, അതെല്ലാം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നയാളാ. പക്ഷേ തന്റെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ച് ഒരു നിയമനം കൊടുത്തില്ല. അത് നമ്മുടെ ആത്മീക ലോകത്തും അങ്ങനെയൊക്കെ ഉണ്ട്. കഴിവും പ്രാപ്തി അനുസരിച്ചൊന്നും ആൾക്കാരെ കയറ്റിവിടുകയല്ല. അല്ല, ഈ ബന്ധം നോക്കി. എന്നാൽ ഒരാൾ പറഞ്ഞ നമ്മുടെ പയ്യനാ കയറ്റിവിട്ടേക്കാൻ, ഞാൻ പറഞ്ഞ അവനെ ശരിയാകും, കുഴപ്പമില്ല, നമ്മുടെ ആളാ, അവനെ കയറ്റിവിട്ടു. കഴിവിനനുസരിച്ചല്ല. കഴിവുള്ളവനെപ്പുറം ഇരിക്കുക, അവനെ ഒതുക്കിയാക്കാനാ പറഞ്ഞത്. ഒതുക്കിയച്ച് അതെല്ലാ മേഖലയിലും അങ്ങനെ. അപ്പോൾ തന്റെ കഴിവിനനുസരിച്ച് ഒരു നിയമനം കൊടുത്തില്ല. പക്ഷെ ആസാഫിന്റെ ഒരു വിശേഷത, കഴിവിനനുസരിച്ച് നിയമനം കിട്ടിയില്ലെന്നോർത്ത് നിയമിച്ചവനെയോ ആ നിയമനത്തിന് ചുക്കാൻ പിടിച്ചവരെ എതിർത്തില്ല, ഉടക്കിയില്ല. നമ്മളാന്ന് അവർക്കെതിരെ കേസ് കൊടുക്കും, കോടതി പോവും, ചെയ്യാവുന്നതിന്റെ സകല തന്ത്രവും ചെയ്യും. ഒരാളെ പറ്റി ഒരാൾ പറഞ്ഞ് ഞാൻ അവനെ പൂട്ടും, അവൻ ആയുസിൽ ഊരിപ്പോരുകയല്ലെന്ന്. പക്ഷേ ആസാഫിന്റെ ഒരു വിശേഷത, തനിക്ക് ലഭിച്ച കഴിവിനനുസരിച്ച് ഒരു നിയമനം കിട്ടിയില്ല, കൊടുത്തില്ലെന്നോർത്ത് വൈരാഗ്യം വന്നില്ല, എതിർത്തില്ല, ഉടക്കിയില്ല, ദാവീദിനോട് കൊമ്പും പോർത്തില്ല. ചരിത്രമൊക്കെ പറയുന്നത് ആസാഫ് ദൈവസന്നിധിക്ക് പ്രാർത്ഥിച്ചു, ദൈവഹിതത്തിന്. 15-ാം അധ്യായത്തിൽ ആദ്യത്തെ നിയമനം സാധാരണ ഒരു പാട്ടുകാരനായിട്ട്. എന്നാൽ തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്നവണ്ണം ദാവീദ് രണ്ടാമത് ഒരു നിയമനം വെച്ചു. രണ്ടാമത്തെ നിയമനത്തിൽ ആസാഫിനെ തലവനാക്കി. 16:4 വായിച്ചേ. 16:4 വായിച്ചു. അത് വലിയ കട്ടിയൊന്നുമില്ല, വായിര് വായിച്ചു. അവൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് സങ്കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവ്യരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചു. അടുത്തത് ആസാഫ് തലവൻ. മതി. 15-ാം അധ്യായത്തിൽ തലവനായിട്ടൊന്നുമല്ല നിർത്തിയത്, വെറും ഒരു നിയമനമാ കൊടുത്തത്, സാധാരണ ഒരു നിയമനം. പക്ഷെ ആസാഫ് ഉടക്കിയില്ല, എതിർത്തില്ല, കയർത്തില്ല, കൊമ്പ് കോർത്തില്ല, കേസ് കൊടുത്തില്ല, ആൾക്കാരെ കൂട്ടിയില്ല, സംഘം ചേർന്നില്ല. ഗോത്രം നമ്മുടെ ആൾക്കാരായിരുന്നെങ്കിലോ ദാവീദിനെ അന്നേരം അവർ ശരിയാക്കിയാണ്. ഫേസ്ബുക്കിനകത്തും വാട്സപ്പിനകത്തും ദാവീദിന്റെ പഴയ ചരിത്രം ഏതാ? 12-ലെ ചരിത്രം. ദാവീദിന്റെ ഇയാളെ എന്തോ നിയമനം ചെയ്ത് ഇയാളെ ഞങ്ങൾക്കറിയാം, ഇന്ന് തന്നെ ഇയാളെ കെട്ടിച്ചിട്ടേ ഉള്ളൂ, ഇതെല്ലാം കോലാഹലം ഉണ്ടാകും. പക്ഷെ ഇവര് ആസാഫ് ഒന്നിനും എതിർത്തില്ല. ചരിത്രം പറയുന്നത് ആസാഫ് പ്രാർത്ഥിച്ചു, സ്തോത്രം പ്രാർത്ഥിച്ചു. ആസാഫിന് ഒരു കാര്യം അറിയാം, എന്നെ ഒരു സ്ഥാനത്ത് ആക്കുവാൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ
അതിന് വിരുദ്ധമായി ആരെന്ത് തന്ത്രം മെനഞ്ഞാലും കരുക്കൾ ഒരുക്കിയാലും, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിന് വിരോധമായിട്ട് അണിയറകളിൽ ആര് വൈതരണി ഒരുക്കിയാലും സമയമാകുമ്പോൾ ദൈവം അത് അടിച്ചു തൂത്ത് മാറ്റി തക്ക സമയം വരുമ്പോൾ ദൈവം എന്നെ ആ സ്ഥാനത്താക്കും. അത് അനുഭവിക്കുന്നവരും അനുഭവിച്ചവരും ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആമേൻ. ദൈവം തുറന്നാൽ ആരും അടക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടക്കുകയും ദാവീദിന്റെ താക്കോത്തോടുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പൈതലേ, നീ അവന് കയർക്കാനും ഉടക്കാനും ഒന്നും പോകണ്ട. മുഴങ്കാലിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സമയമാകുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും. ഞാൻ ഇന്ന് രാവിലെ ഇതിനോട് ബന്ധപ്പെട്ട് വേറൊരു ദൂത് പ്രകാശിക്കുന്നത് കൊണ്ട് പറയാം. ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തിനാന്ന് ചോദിച്ചാൽ മുട്ടുമടക്കണം. നമുക്കതിന് നേരമില്ലല്ലോ. മുഴങ്കാലിലിരുന്നോണം. ലോകം അങ്ങോട്ട് മുഴുവൻ ഇളകി വരട്ടെ, ഞാൻ അവിടെ ഇരിക്കണം. രാജാക്കന്മാരുടെ ഹൃദയം യഹോവഗടിയിൽ നീർത്തോട് പോലെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് ദൈവം തിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളൊന്നും മിണ്ടാതിരിക്കണം. ഈ മിണ്ടാനും പഠിക്കണം, മിണ്ടാതിരിക്കാനും രണ്ടും പഠിക്കണം. മിണ്ടാനും പഠിക്കണം, മിണ്ടാതിരിക്കാനും. ദാവീദ് രണ്ടും പഠിച്ച ആളാണ്. മിണ്ടാതിരിക്കാനും പഠിച്ചു. പിന്നെ അപ്പൊ ഈ കരുക്കളും തന്ത്രങ്ങളും ഒക്കെ വരുമ്പോൾ മൗനം. ഞാൻ ഇന്ന് സഭയിലും അല്പസമയം ദൈവവചനം സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത് മുമ്പോട്ട് വരിക. സംഖ്യാപുസ്തകം പഠിക്കുമ്പോൾ സംഖ്യാപുസ്തകത്തിലാണെന്നുള്ള പല കാര്യവും രേഖപ്പെട്ടു. ിരിക്കുന്നത് പുറപ്പാട് പുസ്തകം പുറപ്പെട്ടെന്നേ ഉള്ളൂ. സീനായി വരെ വന്ന് പുറപ്പെട്ട ചരിത്രം ആ പുറപ്പാട് പുസ്തകം. പിന്നെ സീനായി മുതൽ മോവാബ് വരെയുള്ള ചരിത്രമാണ് സംഖ്യാപുസ്തകം. ആ സംഖ്യാപുസ്തകത്തില് സീനായി മുതല് പഴയ ആൾക്കാരെല്ലാം കാദേശ് വരെ വന്ന് തീർന്നു. പഴയ ആൾക്കാരുടെ ഇടപാട് തീർന്നു. രണ്ട് രണ്ടുപേര് നിപ്പോണ്ട് കാലേവും ജനം കാദേശിൽ പാർത്തു. അവിടെ വെച്ച് മിരിയാം മരിച്ചു. അടുത്തത് അവിടെ അവളെ അടക്കം ചെയ്തു. മിരിയാം മരിച്ചു. അവിടെ വെച്ച് മിരിയാം മരിച്ചു. അടുത്തത് അവിടെ അവളെ അടക്കം ചെയ്തു. മിരിയാമിനെ കാദേശിൽ അടക്കം ചെയ്തു. അടുത്തത് ജനത്തിന് കുടിപ്പാൻ വെള്ളമുണ്ടായിരുന്നു. അപ്പൊ കാദേശിൽ വെള്ളമില്ലായിരുന്നു. മിരിയാം മരിച്ചത് വെള്ളം ഇറങ്ങാറ്. മിരിയാം ആരാ? ഒന്നാമത്തെ പ്രവാചകിയാ. അങ്ങനെ അതല്ലോ എഴുതിയിരിക്കുന്നത്. മിരിയാം എന്ന 15-20 വായിര്, പെട്ടെന്ന് വായിര്. 15-20 പുറപ്പാട് അടികടാന്ന് വായിക്കണം. ഇത് പാസ്റ്ററും വായിച്ചതാ, മൈക്കൊണ്ടേ വായിച്ചോ. പുള്ളി തന്നെ കിടന്ന് കഷായിക്കുക. ഇപ്പം വായിച്ചു തരുമോ എന്നുള്ളതാണ്. 15-20 വായി. രണ്ടിടത്ത് വെച്ചത്തെ വീകളിൽ വായിര്. അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി. അപ്പോൾ മിരിയാം പ്രവാചകിയാ.
എന്റെ ഭാഷ പറഞ്ഞ നമ്പർ 1 പ്രവാചകയാ. പക്ഷെ വെള്ളം ഇറങ്ങാറാ ചത്തത്. വീട്ടിലെ സഭയിലെ മൂപ്പത്തിയാ. കാരണം മോശയുടെ അഹരോന്റെ മൂത്തറ. എന്ന് വെറുതെ അമ്മാമ്മയാ ഇവിടുത്തെ മെയിൻ അമ്മാമ്മ. ആയിക്കോട്ടെ, ഏറ്റവും മൂത്തത് അഭിനന്ദിക്കുന്നു. സഭയിലെ വീട്ടിലെയൊക്കെ മൂത്തറ, വളരെ നല്ല കാര്യം, ദൈവം സഹായിക്കട്ടെ. പക്ഷേ ചത്തത് വെള്ളം ഇറങ്ങാതാണ്. ദൈവത്തിന് മൂപ്പൊന്നും വിഷയമല്ല. മാത്രമല്ല, മീകാപ്രവചനമൊക്കെ പഠിക്കുമ്പോൾ മിസ്രയീമിലെ സുവിശേഷത്തിലേക്ക് മിരിയാമിനെ കൊണ്ട് വിട്ടെന്ന, ഞാൻ അഹരോനെയും മിരിയാമിനെയും മോശയായി നിന്റെ അടുക്കൽ അയച്ചെന്ന. പരസ്യയോഗം നടത്താനൊക്കെ അമ്മാമ്മ മുന്നിലായിരുന്നു. ലഘുലേഖയൊക്കെ കൊടുക്കാൻ തമ്പിയുടെ ഹൃദയം. നാളെ ഒരാൾ പറഞ്ഞു സണ്ണിയുടെ ഹൃദയം, പുതിയ ട്രാക്ട് മോള് കണ്ടായിരുന്നോ? പിന്നെ അതായത് സണ്ണി നിങ്ങളുടെ ബന്ധം വല്ലതാണ്. തമ്പിയുടെ ഹൃദയം, സണ്ണിയുടെ ഹൃദയം. ആട്ടെ, ബിജുപാസ് കണ്ടല്ലേ സണ്ണിയുടെ ഹൃദയം എവിടെയായിരുന്നു? ആരടിച്ചതാണ്? റാന്നിലുള്ള സണ്ണിയാ. അതാ ഞാൻ കണ്ടതാ, അല്ല കള്ളം പറഞ്ഞതല്ല. എനിക്ക് കള്ളം പറയുന്നത് ഇഷ്ടം. വളരെ നല്ലതാ. പരസ്യയോഗത്തിന് മുന്നിലാ, ആത്മാക്കളെ നേടാനും ഒക്കെ മുന്നിലാ. പക്ഷെ വെള്ളം ഇറങ്ങാതാ മരിച്ചത്. ഇതൊക്കെ വായിക്കുമ്പം അവരെ നമ്മൾ വിധിക്കണ്ട. നമ്മളൊന്നുകൂടെ ഭയത്തോടെ ദൈവത്തെ സേവിച്ചോ. അതിനാ ഇത് പറയുന്നത്, അതിനാ പറയുന്നത്. മാത്രമല്ല, എന്റെ ഭാഷ പറഞ്ഞ സോദരി സമാജത്തിന്റെ പ്രസിഡന്റാ. സോദരി സമാജത്തിന്റെ പിന്നെ അമ്മാമ്മ ഞാൻ പ്രസിഡന്റ്. പാട്ടുമൊക്കെ കുത്തി 20 വാക്യം ഒന്നുകൂടെ വായിച്ച 15-20. അമ്മാമ്മ മെയിൻ അമ്മാമ്മയാ. 15-20 ഒന്നുകൂടെ വായിക്കും. അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്ത് സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തത്തോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. അപ്പൊ അമ്മാമയാ മെയിൻ പ്രസിഡന്റ്, അവിടെ പിന്നാലെ. അമ്മാമ സോദരി സമാജത്തിന്റെ പ്രസിഡന്റാ. പക്ഷെ വെള്ളം ഇറങ്ങാതാ ചത്തത്. സ്തോത്രം. കേട്ടുപോയാ പോരാ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതം ഒന്ന് ക്രമീകരിച്ചോണം. എന്തിനാ ഇതെല്ലാം പറയുന്നത്? പൗലോസിലേക്ക് കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ബുദ്ധിയുപദേശത്തിനാ. ഇത് ദൃഷ്ടാന്തമായിട്ട് തന്നിരിക്കുക. 10:6 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10:6. പെട്ടെന്ന് വായിച്ചു. വാക്യമായി ചൂപ്പാട് വരും. 10:6. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ദൃഷ്ടാന്തമായി സംഭവിച്ച കാര്യമാണ്. ഇനി 11-ാം വാക്യം വായിച്ച ആ അധ്യായത്തിന്റെ 11-ാം വാക്യം. ഇതവർക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി. അപ്പോൾ ഇത് ദൃഷ്ടാന്തമാണ് നമുക്ക് ബുദ്ധി ഉപദേശത്തിനാ. അപ്പൊ ഈ സംഭവങ്ങൾ കേൾക്കുകയും കാണുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും ഒന്നുകൂടെ ജീവിതത്തെ ക്രമീകരിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. അല്ലാതെ അടുത്തിരിക്കുന്നവരെ വിധിക്കാനും അവർക്ക് മാർക്കിട്ടേച്ച് പോകാനല്ല. ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നമ്മെ ഒന്നുകൂടെ ക്രമീകരിച്ച് ഒരുങ്ങി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. CS പാടിയ പാട്ടുണ്ട്. എനിക്ക് വലിയ തിട്ടമല്ല, ബിജുവമ്പാവാലി ഉള്ളത് കൊണ്ട് സഹായമാ. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്ത്. നാളതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്ത്. നിത്യ വീട്ടിലെത്താനേ നീ അല്പദൂരം മാത്രമേയുള്ളൂ. നിത്യ വീട്ടിൽ എത്താനേ നീ അല്പദൂരം മാത്രമേ. ആ സമയം പാഴാക്കാതെ ഉണർന്നു കൊള്ളുക. ആ സമയം പാഴാക്കാതെ ഉണർന്നു കൊള്ളുക. അപ്പൊ ശ്രദ്ധിക്കുക, ഞങ്ങൾ രണ്ട് പിച്ച. അതുകൊണ്ടാണ് ഞാൻ അങ്ങ് അതിരുന്ന് അദ്ദേഹം പാടും. അത് നന്നായിട്ട് പാടിക്കോളൂ. ഇടയൊക്കെ ഒരു കോല് വെക്കാൻ ഞാനില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തണം. അപ്പോൾ
പഴയ തലമുറ മുഴുവൻ കാദേശ് വരെ വന്നുള്ളൂ. കാദേശ് കൊണ്ട് അവസാനിച്ചു. നൂന്റെ മകൻ യോശുവയും യെഫുന്നെയുടെ മകൻ കാലേബും അത് അവിടെ നിൽക്കട്ടെ. ബാക്കി മുഴുവനും തീർന്നു. പിന്നെ പുതിയ തലമുറ ഞാൻ മുമ്പോട്ട് പ്രയാണം ചെയ്യുന്നത്. അവിടെ നമ്മുടെ വിഷയത്തിൽ വരാം. ഇങ്ങനെയുള്ള യാത്രയിൽ ഭയങ്കര പ്രശ്നമുണ്ടാക്കി ഒരു മരുഭൂമിയിൽ. അപ്പൊ ഞാൻ പകലും പറഞ്ഞു, പ്രശ്നമുണ്ടാക്കാൻ മുന്നര നിന്നയാളാ കോരക്. ഭയങ്കര പ്രശ്നക്കാരനാ. പ്രശ്നക്കാരൻ മാത്രമല്ല, ഇച്ചിരി പിടിപ്പുള്ളവനാ, കനമുള്ളവനാ. അതുകൊണ്ട് ലേവി ഗോത്രക്കാരനാ. രൂപൻ ഗോത്രക്കാരനെയും കൂട്ടുപിടിച്ചിട്ടുണ്ട്. 1 3 ഗോത്രക്കാര്, 1 3 നല്ലൊരു കണക്കുവാ. ഒന്നാമത്തവൻ രൂപനും മൂന്നാമത്തവൻ ലേവി. ഇവര് മോശയ്ക്കും അഹരോനും വിരോധമായിട്ടൊക്കെ അങ്ങ് പ്രശ്നമുണ്ടാക്കുക. അപ്പൊ ഞാൻ ഈ രാവിലെ വചനം ധ്യാനിച്ചപ്പം ആ അധ്യായം ഈ സംഖ്യാപുസ്തകം 16-ാം അധ്യായം പഠിക്കുമ്പോൾ മോശയുടെ പരിപാടി എന്തായിരുന്നു? ഇവന്മാര് പ്രശ്നം ഉണ്ടാക്കുമ്പോഴെല്ലാം പുള്ളി കവിണ് വീഴും. ഇതാ ദൈവദാസന്മാർക്ക് പാഠം. ഇത് ദൈവകുഞ്ഞുങ്ങൾക്കൊരു പാഠമാണ്. പ്രശ്നങ്ങൾ കൂടെ കൂടെ വരുമ്പോൾ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് കവിണ് വീഴണം. വായിച്ചേ 16-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിച്ചേ. ഇത് കേട്ടപ്പോൾ മോശ കവിണ്ണു വീണു. ഇത് കേട്ടപ്പോ മോശ, ഇനി ആ 16-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോൾ അവർ കവിണ്ണു വീണു. അപ്പോൾ അവര് കവിണ്ണു വീണു. ഇനി അതിന്റെ 45-ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കും എന്നരുളി ചെയ്തു. അപ്പോൾ അവര് കവിണ്ണു വീണു. 3 വാക്യത്തിനും കവിണ്ണു വീണു. പുള്ളിയുടെ പണി ഇതേ ഉള്ളൂ. കവിണ്ണു വീഴുക. നമ്മൾ കവിണ്ണു വീഴത്തില്ല. കവിണ്ണു വീഴാൻ ആക്ഷൻ കാണിക്കുക. അവന്റെ കാല് വാരും. കണ്ടാ തോന്നും കവിണ്ണു വീഴാനാണ്. കവിണ്ണു വീഴാനല്ല, പതുക്കെ അവന്റെ. മോശേ ഈ വിഷയം കേൾക്കുമ്പോഴെല്ലാം കവിണ്ണു വീഴുക. അതിന്റെ കാരണം കൊണ്ട് പറയുക, കോരകിന്റെ നേതൃത്വത്തിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക. മോശയ്ക്ക് ഒരു കാര്യം പിടികിട്ടി, ഇത് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാതെ പരിഹാരം ഉണ്ടാകത്തില്ല. കാരണം കുറഞ്ഞ കക്ഷികളല്ല വിരോധമായിട്ട് വന്നിരിക്കുന്നത്. രൂപൻ ഗോത്രക്കാരനും ലേവി ഗോത്രക്കാരനുമാണ്. രൂപേനെ, നീ എൻ്റെ ആദിജാതന്റെ ശ്രേഷ്ഠതയുടെ വൈശുദ്ധ്യവും ബലത്തിന്റെ വൈശുദ്ധ്യവും ഒക്കെയാ. അപ്പന്റെ വീര്യമാണ് ആദ്യത്തെ മിടുമിടുക്കനവന്. പിന്നെ ലേവി, അവനും അത്ര കുറഞ്ഞതല്ല. ശിമിയോനും ലേവി സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുന്നത് 49-ന്റെ 5-ൽ അപ്പം രാഗിയെങ്കിലും പടിയനിമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശെ അത് പിന്നെ ആവർത്തനം 33-ാം അധ്യായത്തിന്റെ 8-ൽ അത് തിരിച്ചു കൊണ്ടുവന്ന് വെച്ച് അവന്റെ തുമ്മിയും ഊറിയും നിന്റെ ഭക്തന്റെ പക്കലിരിക്കുന്നു. ഈ മസയിൽ വെച്ച് വരികയും കലകജലത്തെങ്കിൽ പോരുകയും ചെയ്യേണ്ട പക്കൽ തന്നെ അവൻ അപ്പനെയും അമ്മയും കണ്ടില്ല, സഹോദരന്മാരെന്ന് ഓർത്തെന്നൊക്കെ പറഞ്ഞ് അവനെ ആശ്ലേഷിച്ച് ആശീർവദിക്കുന്ന ഭാഗമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടും അത്ര കുറഞ്ഞ പുള്ളിക്കാരിൽ, രണ്ടും നല്ല തലക്കനമുള്ളവരാ. തന്നെയല്ല ഇവർ ചെയ്ത കുഴപ്പം ഞാൻ രാവിലെ വചനം ധ്യാനിച്ചപ്പോൾ ഒന്ന്, ഇവന്മാര് ഈ കോരകന്റെ നേതൃത്വത്തിൽ സംഘസദസ്യന്മാരെ എല്ലാം കൂടെ കൂട്ടി. അവര് കൂടിയതല്ല, ഇവര് കൂട്ടി. 3-ാം വാക്യം വായിച്ചേ. അവർ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂട്ടി. 2 മുതൽ വായിച്ചു. പെലേത്തിന്റെ മകനായ ഓൻ. 1 മുതൽ വായിച്ചപ്പോ പിന്നെ മനസ്സിലാകുമല്ലോ. എന്നാൽ ലേവിയുടെ മകനായ ഗഗാത്തിന്റെ മകനായ ഇസഹാരിന്റെ മകൻ കോരക് രൂബൻ ഗോത്രത്തിൽ ഏലിയാബിന്റെ പുത്രന്മാരായ ദാദാൻ. പിന്നെ ഇരുട്ടത്തിരിക്കുന്നതുകൊണ്ടാണ് കണ്ണും കടയൊന്നും കാണാൻ ഇങ്ങോട്ട് വന്നിരിക്കും. ഏലിയാവല്ല, ഏലിയാബ്. അതിന്റെ പുത്രന്മാരായിരിക്കുന്ന ദാദാൻ, അബീരാം, ബേലേത്തിന്റെ മകനായിരിക്കുന്ന ഓൻ എന്നിവർ ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളും സംഘസദസ്യരും പ്രമാണികളുമായ 250 പുരുഷന്മാരെ കൂട്ടി. ഇവര് കൂടിയെന്നല്ല, ഇവര് കൂട്ടി. അതാ
അവരിങ്ങോട്ട് വന്ന് കൂടുകാരെന്നെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ഇവര് കൂട്ടി. അങ്ങനെ ബിരുദന്മാർ നമ്മുടെ സഭകളിലും ഉണ്ട്. ചെന്ന് കൂട്ടും, ബൈക്കേ ചെല്ലും, മൊബൈലിൽ കൂടെ വിളിച്ചു കൂട്ടും. വാട്സപ്പിനകത്ത് ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ്. നമുക്ക് ഈ ആഴ്ച തന്നെ അത്യാവശ്യമായിട്ട് അപ്പച്ചനെതിരെ ഒന്ന് കൂടുന്നുണ്ട് ബ്രദർ. അപ്പച്ചൻ വളരെ ക്ഷീണിതനായി, ഇനിയും അങ്ങനെ അപ്പച്ചൻ ഇപ്പൊ ചാകുന്നില്ല, നീ ഇപ്പൊ അപ്പച്ചനെ കൊല്ലാൻ അങ്ങനെ നോക്കുക, അത്യാവശ്യമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമുക്കൊന്ന് കൂടുന്നത്, എനിക്ക് ചിലതിന്റെ ലക്ഷണമൊക്കെ കാണുമ്പോൾ അറിയാം ദൈവത്തിന്റെ മഹത്വം. ഇവ ആൾക്കാരെ എല്ലാം കൂട്ടി ദൈവത്തിന്റെ മഹത്വം കൂടിയതല്ല, കൂട്ടിയതാ. മോശയ്ക്ക് മനസ്സിലായി ഇത് പരിഹരിക്കാൻ കഴിവുള്ളവൻ സ്വർഗത്തിലാണ്. എന്നെ കേൾക്കുന്ന ദൈവ കുഞ്ഞുങ്ങളോടും ദൈവദാസന്മാരോടും, നമ്മുടെ ജനറൽ കൺവെൻഷൻ അല്ലേ, കൂടിയതെല്ലാം ദൈവമക്കളാണല്ലോ. അതുകൊണ്ട് ആ നിലയിൽ ദൂത് പറയാ, നിനക്ക് വിരോധമായി ആൾക്കാരെ കൂട്ടി സംഘം ചേർന്ന് അവൻ കരുക്കൾ ഒരുക്കുമ്പോൾ ഞാനും നീ ചെയ്യേണ്ട കാര്യം ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിലിരിക്കണം. അല്ലാതെ അവര് കൂടുമ്പോ എന്നാൽ നമുക്ക് ഉടനെ തന്നെ അടിയന്തര കമ്മിറ്റി, നമുക്ക് പ്രാർത്ഥനയാണ്. ആവിതൊക്കെ പറഞ്ഞില്ലേ, അവരിനോട് ചെയ്യുന്നില്ല, എനിക്ക് പ്രാർത്ഥനയേ ഉള്ളൂ, ആ ഭാഗം ഓടിച്ചു വിടാം. അപ്പൊ ഒന്ന് ഇവരെ കൂട്ടുക മാത്രമല്ല, കൂടിയേച്ച് ഇവര് പിന്നെ കൂടി, രണ്ടു കൂട്ടമാണ്. ഒന്ന് കൂടി, പിന്നെ അത് കഴിഞ്ഞേച്ച് ഇവരെല്ലാം കൂടെ മൂന്നാം വാക്യം വായിച്ചേബി. മൂന്നാം വാക്യം, അവൻ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി. ആദ്യം കൂട്ടി, പിന്നെ കൂടി. എങ്ങനുണ്ട്? ഭയങ്കര പ്രശ്നമുണ്ടാക്കി. മൂന്നാമത്തത്, ഇവര് ഈ മോശയ്ക്കും അഹരോനും വിരോധമായിട്ട് കൂടിയെന്നാ വായിക്കുന്നേ. പക്ഷെ അത് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പം ഇത് ദൈവത്തിന് വിരോധമായിട്ടാ കൂടിയത്. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്കെതിരെ, നടത്തിപ്പുകാരുണ്ടല്ലോ, നടത്തിപ്പുകാർക്കെതിരെ നീ കൂട്ടം കൂടിയാൽ അത് ദൈവത്തിനെതിരെ കൂടുന്നതാ. രഹസ്യ അജണ്ട. പിന്നെ നമ്മളിവിടെ കൂടിയ കാര്യം ഒരു കാരണത്താലും അപ്പച്ചൻ അറിയരുത്. ഇന്നത്തെ കാര്യം ഒന്നല്ല. സ്തോത്രം. ഇത് ദൈവത്തിനെതിരെയാ കൂടുന്നത്. തെളിവ് തരാം. 11-ാം വാക്യം വായിച്ച വചനത്തിൽ നിന്ന് തെളിയിക്കാം. അപ്പൊ എന്റെ ഒങ്ങായിക്ക് പിടിക്കുകയല്ലോ. 11 വായിര്. ഇത് ഹേതുവായിട്ട് നീ നിന്റെ കൂട്ടുകാരൊക്കെയും, കോരകനോട് പറയാ, പിന്നെ ഇത് ഹേതുവായിട്ട് നീയും നിന്റെ കൂട്ടക്കാരൊക്കെയും, നിന്റെ കുടുംബക്കാര്, നിന്റെ കൂട്ടക്കാര്, അളിയനും ചേട്ടനും ഉപ്പാപ്പനും കൊച്ചപ്പനും അമ്മാച്ചനും അമ്മാച്ചന്റെ വകയപ്പെട്ടവനും തന്നെ എല്ലാവരും ചിലർക്കൊരു പരുങ്ങല് പോലെ. ദൈവത്തിന്റെ മഹത്വം. നിന്റെ കൂട്ടമെല്ലാം കൂടെ വായിര്. യഹോവയ്ക്ക് വിരോധമായി കൂട്ടം കൂടിയിരിക്കുന്നു. മോശയ്ക്കും അഹരോനും വിരോധമായിട്ട് ഇവര് അവൻ കൂടിയത് ദൈവം പറയുക, അത് ദൈവത്തിന് വിരോധമായിട്ടാ കൂടിയത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അഭിഷിക്തന്മാർക്ക്, ജീവിക്കുന്ന വിശുദ്ധന്മാർക്കും പ്രമാണത്തിൽ നിൽക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്കും വിരോധമായി ആരെങ്കിലും കൂടിയാൽ അത് ദൈവത്തിന് വിരോധമായിട്ടാണ്. ശൗലിനോട് അതാ ചോദിച്ച, ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത്? ഞാൻ ഇന്ന് വരെ ഉപദ്രവിച്ച? നീ എൻ്റെ ദാസിദാസന്മാര് വീട് കയറി ഉപദ്രവിക്കുകയല്ലേ. ദേവാനോസിനെ കൊല്ലാൻ പോയവരുടെ വസ്ത്രമെല്ലാം നീയല്ലേ സൂക്ഷിച്ച്. 8-ാം അധ്യായം 9 മണിക്കും അവനെ കൊന്നത് ശൗലിന് സമ്മതമായെന്നല്ലേ. എന്നിട്ടും അരിശം തീരാതെ വീട് കയറി ഉപദ്രവിച്ചില്ലേ. അത് മുഴുവൻ നീ എനിക്കെതിരായിരുന്നു. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ജീവിക്കുന്ന, വിശുദ്ധിയുള്ള, വേർപാടുള്ള ദൈവത്തിന്റെ ജനത്തിനെതിരെ ആര് കൂട്ടം കൂടിയാലും അത് ദൈവത്തിനെതിരെയാണ്. അങ്ങനെ ദൈവം അത് കണക്കാക്കുന്നേ. അപ്പൊ ഒന്ന് ഇവരെ കൂട്ടി, രണ്ട് കൂട്ടിയാച്ച് ഇവരെല്ലാം കൂടെ കൂട്ടവും കൂടി. അത് മാത്രമല്ല, എന്നിട്ട് ഈ അർഹിക്കാത്ത ശുശ്രൂഷ കയറി ചെയ്യാൻ ആഗ്രഹിക്കുക, ഏൽപ്പിക്കാത്തതും കൂടെ.
ഞാൻ പറയട്ടെ, കേറിക്കൊണ്ടാളി ആ വഴക്കുണ്ടോ എന്ന് ചോദിക്കുക. ഏൽപ്പിക്കാത്ത കാര്യമോ ഇത് കർക്കശമായിട്ട് മോശമുണ്ടെന്ന് പറയാ. അല്ലയോ കോരകെ, നിങ്ങൾ കേക്ക്, നിങ്ങള് ഒരു ഗതിയും ഗത്യന്തരമില്ലാതെ മൂപ്പില നിങ്ങളെല്ലാം പ്രാഗി അങ്ങേയറ്റ അറം പറ്റുന്ന പ്രാഗിയറാ. ഏതാ 49:5 ഇവന്റെ യോഗത്തിന് പോകരുത്, നമ്മുടെ യോഗത്തിന് ഇവനെ ഒന്നും വിളിക്കരുന്ന പ്രാഗ് ഊപ്പാട് വരുത്തിയിട്ടതാ. അവിടുന്ന് ദൈവം നിങ്ങളെ രക്ഷപ്പെടുത്തി. ലേവി ഗോത്രത്തിൽപ്പെട്ട പലർക്കും ഈ അഹരോന്റെ കുടുംബമുണ്ട്, മെരാരി കുടുംബമുണ്ട്, ഗർശേന്യ കുടുംബമുണ്ട്, കഗാത്യ കുടുംബമുണ്ട്. ആ കുടുംബക്കാരാകുന്ന നിങ്ങൾക്ക് പല ശുശ്രൂഷകളൊക്കെ തന്നതാ. പക്ഷേ പൗരോഹിത്യ ശുശ്രൂഷ ഞാൻ അഹരോന്റെ കുടുംബക്കാർക്കാ. നിങ്ങളിപ്പോ അതുകൂടെ കയറി കൊത്തി കറക്റ്റ് അല്ലേ? ഞാൻ പറയുന്നത് കറക്റ്റാണ്. ദൈവത്തിന്റെ മകൻ ഞാൻ സത്യം പറഞ്ഞ ഇത് എന്നതല്ല. ആവശ്യമാണോ? എന്നാ ആയിക്കോട്ടെ. ദൈവത്തിന് മഹത്വം. നിങ്ങൾ കൊത്തി നിങ്ങളിപ്പോ പൗരോഹിത്യം കൂടെ കാംക്ഷിക്കുന്നു. ആ 16-ാം അധ്യായത്തിന് വചനത്തിൽ നിന്ന് തരാം. അപ്പൊ പിന്നെ നമുക്ക് തമ്മിൽ ഉടക്കൊന്നും ഉണ്ടാക്കണ്ട, സമാധാനത്തോടെ. 16-10 വായിച്ചേ. അവൻ നിന്നെയും ലേവിപുത്രന്മാരായ നിന്റെ സകല 8 സഹോദരന്മാർ മുതൽ വായിക്കുമ്പോ പെട്ടെന്ന് മനസ്സിലാകും. 8 മുതൽ പുത്രന്മാരെ മതി എന്റെ പുത്രന്മാരെ ലേവി പുത്രന്മാരെ ആരുടെ പുത്രൻ? നന്നായിട്ട് വായിക്കും. മതി വായിക്കുന്ന മിക്കവാറും ഞാൻ മതിയാക്കും. 8-ാം വാക്യം മുതൽ വായിര്. പിന്നെ മോശ കോരഹിനോട് പറഞ്ഞത് ലേവി പുത്രന്മാരെ കേൾക്കുവിൻ. പിന്നെ മോശെ കോരഹിനോട് പറഞ്ഞത് ലേവി പുത്രന്മാരെ കേൾപ്പി. യഹോവയുടെ തിരുനിവാസത്തിലെ വേല ചെയ്യുവാനും സഭയുടെ ശുശ്രൂഷയ്ക്കായി അവരുടെ മുമ്പാകെ നിൽക്കാനും ഇസ്രായേലിന്റെ ദൈവം നിങ്ങളെ തന്റെ അടുക്കൽ വരുത്തേണ്ടതിന് ഇസ്രായേൽ സഭയിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചതിന് നിങ്ങൾക്ക് പോരായോ? ദൈവം നിങ്ങളെ വേർതിരിച്ചു. ഈ മകനീയ ശുശ്രൂഷയ്ക്ക് ഭാഗവക്കാകുവാൻ ദൈവം കൃപ നൽകി, നിങ്ങൾക്ക് അവസരം നൽകി. നിങ്ങളെ ഉൽപ്പത്തി 49:5 മൂപ്പിലെ ശപിച്ചതാ, പരാഗിയതാ. ആ ശാപത്തെ മാറ്റി ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗമാകുവാൻ നിങ്ങൾക്ക് കൃപ നൽകി. നിങ്ങളെ തെരഞ്ഞെടുത്തു ദൈവസന്നിധിയിൽ നിൽക്കുവാൻ, ശുശ്രൂഷകൾ ചെയ്യുവാൻ. അടുത്തത്, അവൻ പിന്നെയും ലേവിപുത്രന്മാരായ നിന്റെ സകല സഹോദരന്മാരെയും തന്നോട് അടുക്കുമാറാക്കിയല്ലോ. അടുക്കുമാറാക്കി. അകന്നു നിന്നതാ, ദൂരെ അടുക്കാൻ പോലും യോഗ്യതയില്ലാതെ അകത്തിയതാ. പക്ഷെ നിങ്ങളെ അടുക്കുമാറാക്കി, ചേർന്ന് നിൽക്കുമാറാക്കി. അടുത്തത്, നിങ്ങൾ പൗരോഹിത്യം കൂടെ കാംക്ഷിക്കുന്നു. ഇപ്പൊ നിങ്ങൾ പൗരോഹിത്യം കാംക്ഷിക്കുന്നു. ഞാന് പിണങ്ങാതിരിക്കാമെങ്കിൽ ചിലരോട് പറയും, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുക. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവം ഓരോ ശുശ്രൂഷ തന്നിട്ടുണ്ട്. എല്ലാവർക്കും. ശുശ്രൂഷയില്ലാത്ത ആരും ഇവിടെ വന്നിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, അവിടെ ഒത്തിരി പേര് പുറകെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കുമൊക്കെ ഒരു ശുശ്രൂഷ അതൊരു കൃപയല്ലേ? അപ്പോൾ ഡ്രൈവർ ചോദിക്കാൻ, എനിക്ക് നീ അവരെ സന്തോഷത്തോടെ ഉരുട്ടിക്കിടാതെ തെറ്റിക്കാതെ ഇവിടെ കൊണ്ടുവന്നില്ലേ? അതൊരു ശുശ്രൂഷയാണ്. ഇദ്ദേഹം ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. കാരണം ഇവിടെ വരാത്ത അനേകർ ദൂരത്തിരുന്ന് കാണുക. ഓളിയം വേണമെന്ന് എല്ലാവരും പറയാൻ, അതൊരു ശുശ്രൂഷ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവം ഓരോ ശുശ്രൂഷ തന്നിട്ടുണ്ട്. ശുശ്രൂഷയില്ലാത്ത, കൃപയില്ലാത്ത ആരും കോമ്പൗണ്ട് വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഏൽപ്പിച്ച ശുശ്രൂഷ എന്താന്ന് മനസ്സിലാക്കി അത് വിശ്വസ്തരായിരിക്കണം. ചില സഹോദരിമാർക്ക് സങ്കടമാ, ഭാഷ എനിക്കൊരു ശുശ്രൂഷയില്ല. അയ്യോ, ഞാനൊരു കാര്യം പറയാം, നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ്. അടുക്കളയിൽ പെരുമാറുന്നത് ഒരു വലിയ അവിടെ കിടന്ന് രാഗി അലക്കുകയൊന്നും ചെയ്യരുത്. ഈ മുടിഞ്ഞ വീട്ടിൽ വന്ന് അടുക്കളയിൽ നിറങ്ങാൻ എനിക്ക് എൻ്റെ കൂടെ ഇറങ്ങിയ മേരിക്കുട്ടി ആണ്ട് പ്രസംഗിച്ച് നടക്കുന്നു രാജ്യങ്ങൾ തോറും. ഞാൻ ഈ അടുക്കള മേരിക്കുട്ടി തോരൻ വെക്കാൻ പോലും അറിയാൻ മേലെ തള്ളേ. മേരിക്കുട്ടി തോരൻ വെച്ചപ്പോൾ എല്ലാം അടിയിൽ പിടിച്ച് കരിഞ്ഞ്.
അയ്യോ, അടുക്കളയിൽ പെരുമാറുന്നത് ഒരു വലിയ ശുശ്രൂഷയാണ്. അതല്ലേ മാർത്തയെ പറ്റി എടുക്കുന്ന ശുശ്രൂഷയാണ്. മാർത്ത പ്രസംഗിച്ച കാര്യമൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്, പ്രവചിച്ച കാര്യമല്ല. മാർത്തക്കാർ കൺവെൻഷന് കത്തിച്ചു, അങ്ങനൊന്നും അല്ല. കൺവെൻഷന് കത്തിക്കുന്ന പല ആൾക്കാർക്കും അടുപ്പി കത്തിക്കാൻ അറിയാൻ മേല. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ശുശ്രൂഷയുണ്ട്. അപ്പൊ നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യണം. ചിലരുണ്ട്, ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വിവാഹ ശുശ്രൂഷ, അത് തന്മയത്വവും പക്വതയും പരിജ്ഞാനവും ഉള്ളവരുണ്ട്, അവർ ചെയ്യട്ടെ. അറിയാൻ മേലാത്ത ആൾക്കാർ കിടന്ന് ചാടിക്കേറി ചെയ്ത് ചെറുക്കനോട് പറയണ്ട, പെണ്ണിനോട് പറയണ്ട. പിന്നെ അവർ നേരത്തെ എല്ലാം പറഞ്ഞേച്ച് വരുന്നതുകൊണ്ട് അവർക്കത് വിഷയവും, അവർ പറയേണ്ടതെല്ലാം പറയുകയും ചെയ്ത് പോകേണ്ടടുത്തല്ല. നിങ്ങൾക്ക് ഇന്നത് വിഷയമൊന്നുമില്ല. ഇതിലൊക്കെ അറിയത്തില്ല ആശീർവാദം. അത് പക്വതയും പരിജ്ഞാനവും തന്മയത്വം ഉള്ളവർക്ക് കൊടുക്കണം. ഞാൻ സഭയുടെ ഇന്ന ആളാ, എനിക്ക് തന്നെ തരണം, അത് തെറ്റിക്കുകയും ചെയ്യരുത്. ചിലർ ആശീർവാദം പറഞ്ഞാൽ പിന്നെ അത് പ്രാർത്ഥനയായി, കണ്ണുനീരായി, ദുഃഖമായി, എന്തോ ദുരിതമാണെന്നറിയാമോ, എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. ചിലരെ ശവസംസ്കാരത്തിനും വിവാഹ ശുശ്രൂഷകളെ സങ്കീർത്തനം വായിക്കും, ചാടിക്കയറി അങ്ങ് വായിക്കുക, മുഴുവൻ തെറ്റിക്കുക. എന്നാൽ അവിടെ തെറ്റാതെ കൃത്യമായിട്ട് വായിക്കാൻ പരിജ്ഞാനവും കൃപയും കഴിവുള്ളവരുണ്ട്. തെറ്റിക്കുന്നയാൾക്ക് വേറെ വിഷയത്തിൽ കൃപയുണ്ട്, ഇല്ലെന്നൊന്നുമല്ല. അപ്പൊ അവരെ ഏൽപ്പിച്ച കാര്യം അവർ ചെയ്യണം. എന്നെ ചിലരൊക്കെ പ്രസംഗത്തിന് വിളിക്കുമ്പോൾ പറയും, പാസ്റ്റർ ഇന്നതാ സബ്ജക്റ്റ്. ഞാൻ പറയൂ, എനിക്കത് അറിയത്തില്ല, ആ വിഷയം എനിക്കറിയത്തില്ല. ഞാൻ പറയും, ഇന്നയാളെന്നെ വിളിക്കും, പുള്ളി നന്നായിട്ടത് പറയും, അതിനെന്നാ കുഴപ്പം? എനിക്കത് അറിയത്തില്ല. അറിയാൻ മേലെന്ന് പറയുന്നത് എന്നാ? എനിക്കത് അറിയത്തില്ല. അപ്പൊ അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാതെ. ഇന്നയാളെന്നെ വിളിച്ചാൽ പുള്ളി അത് നന്നായിട്ട് പറയുന്നതന്നെ. അറിയാൻ മേലാത്ത നമ്മൾ അവിടെ ചെന്നിച്ച് കിടന്ന് പിത്തത്താ പറഞ്ഞേച്ച് മനുഷ്യനും പ്രാഗി അവസാനം ആകെ കുഴഞ്ഞ്, വിളിച്ചവനും കുഴഞ്ഞു, ഈ വയ്യാവേലിനെയാണല്ലോ. അവസാനം കമ്മിറ്റിക്കാർ പറയും, മേലിൽ ഈ മെനക്കേടിനെ ഈ ഏരിയയായി. നമ്മളെ ഏൽപ്പിച്ച കാര്യം അങ്ങ് ചെയ്യുക. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവ ശുശ്രൂഷ തന്നിട്ടുണ്ട്. വണ്ടിയെ കൊണ്ടുവരുന്നത് ഒരു ശുശ്രൂഷയാണ് കേട്ടോ. ഒരാൾക്കൊരു കസേര വലിച്ചിട്ട് കൊടുത്ത് അദ്ദേഹത്തിന് വെള്ളം വേണേ അതൊക്കെ ഒരു ശുശ്രൂഷയാ. ദൈവദാസന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നൊരു ശുശ്രൂഷയാ. ഈ സംഗീത ശുശ്രൂഷ ഇതൊരു വലിയ ശുശ്രൂഷയാ. ഈ വാദ്യോപകരണങ്ങൾ വായിക്കുന്നത് അത് അതിൻ്റെ തന്മയത്വത്തോടെ കണക്കിന് അതൊരു വലിയ ശുശ്രൂഷ. എല്ലാവർക്കും ഒക്കത്തില്ല. അത് ഏൽപ്പിച്ചവരത് ചെയ്യട്ടെ. ചില സഭകളിലുണ്ട്, എല്ലായിടത്തും അല്ല, ചില സഭകളിൽ സഭ അങ്ങോട്ട് പ്രാർത്ഥിച്ചു തുടങ്ങേണ്ട പാസ്റ്ററുടെ ഭാര്യ തന്നെ പാടുന്നത്. കഴിവുണ്ടേ കുഴപ്പമില്ല, ട്യൂണുമില്ല, സ്വരമില്ല, തള്ള ഇരുന്ന് അങ്ങ് കാറുക. എന്തിനാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു സ്ഥലത്ത് കയറുമ്പോൾ പാസ്റ്ററുടെ ഭാര്യ, മെയിൻ പാസ്റ്ററുടെ ഭാര്യ ഒരു മൈക്ക്, കൊച്ചു മൈക്ക് വെച്ചിട്ടുണ്ട്, തള്ള ഇങ്ങനെ അടക്കോഴി ഇരിക്കും പോലെ ഇരിക്കുക, ഒരു മൈക്കും വെച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചും കൊണ്ട് നിർത്തിക്കൊണ്ട് ഇവരങ്ങ് പാടുകയല്ല, കാറുക. പക്ഷെ ആ സഭയിൽ നന്നായിട്ട് പാടുന്ന ട്യൂണുള്ള സ്വരമാധുര്യമുള്ള നല്ല സഹോദരിമാരുണ്ട്, കൊടുക്കുകയല്ലേ തള്ള. ഇവര് സഭ തുടങ്ങിയ അന്ന് മുതൽ ഇങ്ങനെ ഇരുന്നങ്ങ്. ഞാനൊരാളോട് ചോദിച്ചു, അപ്പൊ ഞാൻ മനസ്സിലാക്കിയത്, സാക്ഷ്യത്തിന് എഴുന്നേറ്റപ്പോൾ ഒരു സഹോദരി പാട്ട് പാടി, എന്തോ ശബ്ദവും സ്വരവും എന്തോ ട്യൂണ്. ഞാനിപ്പോഴും എൻ്റെ പ്രതിബദ്ധത്തിൽ നിന്ന് പോയിട്ടില്ല അവരുടെ ഇപ്പം പാട്ടും. ഞാൻ തമ്പിക്കുഞ്ഞിനോട് ചോദിച്ചു, തമ്പിക്കുഞ്ഞ് എന്നിട്ട് ഇപ്പറ ഒരു 3 പാട്ട് പുസ്തകം ഇപ്പറേ 4 ഇത് വെക്കുന്നതല്ല ഒരു ബോധം. ഞങ്ങളൊരിക്കൽ പരസ്യത്തിന് പോയപ്പോൾ ഈ തള്ള മൈക്കെടുത്ത് പാടി. അപ്പം നമ്മുടെ എനിക്കൊന്ന് ജോബി പാസ്റ്റാണ്. ജോബി പാസ്റ്റ് പറഞ്ഞാൽ ഈ അമർന്ന തള്ള ഏതാന്ന് ചോദിച്ചു. അന്നേരം പിന്നെ അങ്ങ് മൈക്ക് ഓഫാക്കി കിടന്നങ്ങ് കാറുക. ആ സഭയിൽ നന്നായി പാടുന്ന ഈ ഗാന ശുശ്രൂഷിക്കാൻ കഴിവുള്ളവരുണ്ട്, ഇവർ കൊടുക്കുകയല്ല. അയ്യോ, ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷ ദൈവം കൃപ തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കി ആ നിലയിൽ പോയാൽ സഭയ്ക്ക് അനുഗ്രഹമാണ്. പ്രബോധിപ്പിക്കാൻ കഴിവുള്ള സഹോദരന്മാരുണ്ട്, അവർക്ക് കൊടുക്കണം. പണ്ട് മുതലേ അച്ചായം പ്രബോധിപ്പിക്കാൻ നമ്മൾ മെനക്കേടൊപ്പിക്കരുത്. കഴിവുള്ളവരുണ്ട്, അവർക്ക് കൊടുക്കും. പാട്ട് പാടാൻ കഴിവുള്ളവർ കൊടുക്കും. വാദ്യോപകരണം വായിക്കാൻ കഴിവുള്ളവർ കൊടുക്കുക.
നന്നായിട്ട് പ്രാർത്ഥിക്കാൻ കൃപയുള്ളവരുണ്ട്, അവർക്ക് വിഷയം കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. അല്ല, പൊതുവെ പ്രാർത്ഥിക്കുമ്പോഴേ, അല്ലാത്തൊരു വീട്ടിൽ ഇരുന്ന് മണിക്കൂറുകൾ പോരാടി പ്രാർത്ഥിക്കട്ടെ. അടുക്കളയിൽ നന്നായിട്ട് പെരുമാറാൻ കഴിവുള്ള തന്മയത്വത്തോടെ അവരത് ഏൽപ്പിക്കും. ഒരു കാര്യം അറിയാൻ മേലാത്ത ഫുഡ് കൺവീനർ അവൻ പറയും അത് മുഴുവൻ കുളമാക്കും. ഫുഡ് കൺവീനർ കഞ്ഞുവെള്ളം എടുത്ത് സാമ്പാറിനകത്ത് ഒഴിക്കുക, അതാണോ ഫുഡ് കൺവീനർ? കുറച്ച് ഒരു ബക്കറ്റ് കൂടെ കൊണ്ടുവരാൻ. ഓരോരുത്തർക്കും ദൈവം ഓരോ ശുശ്രൂഷ തന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വിഷയത്തിൽ വരാം. അപ്പോൾ ഒന്ന്, ഇവര് ആൾക്കാരെ കൂട്ടി. രണ്ട്, കൂട്ടിയച്ചവര് കൂട്ടം കൂടി. മൂന്ന്, ഇവര് പൗരോഗത്യം കൂടെ കാംക്ഷിക്കുന്നു. അതിക്രമിക്കുക. ഓടിച്ച ഭാഗം അങ്ങ് വിട്ടേക്കാം. മോശ കവണ് വീടാനുള്ള കാര്യമായി പറയുന്നത്. പൗരോഗത്യം കൂടെ കാംക്ഷിക്കുന്നു. അടുത്തത് വിസരണയില്ല. വിസരണം നിങ്ങൾ ആ 16-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിച്ചേ. പിന്നെ മോശെ എലിയാബിന്റെ വായിച്ചേ, മൈക്ക് കൊണ്ടുവന്ന് അച്ഛാ, മൈക്ക് കൊണ്ടുവന്ന് വായിപ്പിക്കട്ടെ. എലിയാബിന്റെ പുത്രന്മാരായ പിന്നെ മോശെ എലിയാബിന്റെ പുത്രന്മാരായ ദാദാനെയും അബീരാമിനെയും വിളിപ്പാൻ ആളയച്ചു. അടുത്തത്, അതിന് അവർ ഞങ്ങൾ വരികയില്ല. അനുസരണയില്ല. നടത്തിപ്പുകാരൻ വിളിക്കുമ്പോ ചെല്ലണ്ടേ? ചെല്ലണം. ആ കാര്യത്തിന് ഞാൻ വളരെ ബഹുമാനിക്കുന്നത് TPM-കാരെയാണ്. നിങ്ങൾ യോജിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. അവിടെ വിളിക്കണ്ട, അവിടെ ഇരുന്നോണ്ട് ആരവിടെ ചെല്ലും. അവിടെ പിന്നെ കൂടുതലും എല്ലാം കൈക്കറിയകളാണ്. സംസാരമൊന്നുമില്ല. ഇപ്പൊ യോഗത്തിന് എന്തായാലും മുന്നിൽ സീറ്റ് കിടക്കുക. അവര് വരുമ്പോഴേ ഫില്ല് ചെയ്താകിരിക്കുന്നേ. അഥവാ സീറ്റ് കൊണ്ടപ്പോട്ടെ നടത്തിപ്പുകാർ പറയുക പോലും വേണ്ട, പൂത്ത ഇളകി വരുമ്പോൾ മുന്നോട്ട് വരും. നമ്മുടെ നടത്തിപ്പുകാർ കിടന്ന ആലരുക മുന്നോട്ട് കയറും. എന്തുണ്ട് കസാരയാണ്ട് വെറുതെ കിടക്കുന്നു. അപ്പൊ അവിടെ നടത്തിപ്പിന് കീഴ്പ്പെടും. ഞങ്ങള് ഒരു കൺവെൻഷന് ചെന്നപ്പം, അവരുടെ സെൻട്രൽ കൺവെൻഷന് ചെന്നപ്പോൾ അവരുടെ ഒരു നടത്തിപ്പുകാരൻ കസാര ഇട്ട് അവിടെ ഇരിക്കുക. അപ്പോൾ ഒരു 5-10 യൗവനക്കാരവിടെ വർത്താനം പറഞ്ഞു നിൽക്കുന്നു. ആൾക്കാരെല്ലാം പതിലിരിക്കുക. ഞാൻ കണ്ടോണ്ട് നിൽക്കുക. പുള്ളി പോയി പന്തലി. നമ്മുടെ പിള്ളേരോട് വല്ലതും നമ്മുടെ നടത്തി പറയുന്നത്, താൻ വേണേ പോയിരിക്കും, എനിക്ക് ആരും ഇല്ലെന്ന്. താനെന്തിനാ എവിടെ നിൽക്കുന്നത്? ഒരു കാലമാണ്. ഇവര് നടത്തിപ്പിനെ അനുസരിക്കുന്നില്ല. ഞാനൊരു കാര്യം ദൈവദാസന്മാരോടും ദൈവമക്കളോടും പറയാം. നിങ്ങളെ നടത്തുന്ന ദൈവദാസന്മാരെ, നടത്തിപ്പുകാരെ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്കൊരു ദോഷവും വരികയല്ല. ഒരു ദോഷവും വരികയല്ല. ദൈവകൃപയുള്ള നടത്തിപ്പുകാരും അഭിഷേകമുള്ള നടത്തിപ്പുകാരും പ്രാർത്ഥിക്കുന്ന നടത്തിപ്പുകാരും ആമേൻ ദൈവകൃപയ്ക്ക് ശരണപ്പെട്ട് പ്രാർത്ഥിച്ച് ഒരു കാര്യം പറയുമ്പോൾ അത് സന്തോഷത്തോടെ അനുസരിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സന്തതിക്ക് ഒരു ദോഷം വരത്തില്ലെന്ന്. ഇവർ അനുസരണമില്ല. വരാൻ പറയാ ഞങ്ങൾ വരികയല്ലെന്ന്. ഞങ്ങൾ വരികയല്ല. ചില ഉപദേശമാർക്ക് ട്രാൻസ്ഫർ കൊടുത്ത പറയില്ലേ, ഞാൻ ഇവിടുന്ന് പോകുമല്ലോ, ചുണയുണ്ടോ എന്നെ ഒന്ന് വിടാൻ? ആർക്കാ ഇപ്പൊ ചുണയിരിക്കുന്നത്? പ്രായമുള്ള അപ്പച്ചൻ ഇനി എന്നാ ചുണയാണ്? ഇന്നത്തെ കാര്യമല്ല, ഞാനങ്ങ് പൊതുവെ പറയാം. നമ്മളൊരാൾ പറഞ്ഞു ചുണയുണ്ട് എന്നെ ഇവിടെ നിന്ന് ഇറക്കാൻ. സ്തോത്രം. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. നടത്തിപ്പിനെ അനുസരിക്കുന്നില്ല. അതുകൊണ്ടൊക്കെയാ മോശ കവണ്ണ് വീടുന്നേ. മാത്രമല്ല, ഒന്ന് രണ്ട് കാര്യം പറയാം. ഇവര് നടത്തിപ്പിനെ അനുസരിക്കാതെ മാത്രമല്ല, ഭയങ്കര കള്ളത്തരം പറയും. ഭയങ്കര നോക്കി കള്ളം പറയും. തെളിവ് തരാം വചനത്തിൽ നിന്ന് തരാം. അപ്പൊ പിന്നെ ഉടക്കൊണ്ടാക്കുകയല്ല. അതുകൊണ്ടാണ് കണ്ണെ നോക്കി കള്ളം പറയും. നിങ്ങൾ ആ 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അതിന് അവർ
ഞങ്ങൾ വരികയില്ല. ഞങ്ങൾ വരികയില്ല. മരുഭൂമിയിൽ ഞങ്ങളെ കൊല്ലുവാൻ മരുഭൂമിയിൽ ഞങ്ങളെ കൊല്ലുവാൻ നീ ഞങ്ങളെ ആ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിന്നും ആ കൊണ്ടുവന്നിരിക്കുന്നത് പോരാഞ്ഞിട്ടു. കള്ളം പറയുന്നതാണ്. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വായിച്ചാ നന്നായിട്ട് വായിച്ചേ. ഞങ്ങൾ വരികയില്ല. അടുത്തത്, മരുഭൂമിയിൽ ഞങ്ങളെ കൊല്ലുവാൻ മരുഭൂമിയിൽ ഞങ്ങളെ കൊല്ലുവാൻ നീ ഞങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിന്ന് കള്ളമല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്. പറഞ്ഞേ? ഇവര് പറയുക, നീ ഞങ്ങൾ വരത്തില്ല, നീ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി പാലും തേനും ഒഴുകുന്ന ദേശത്തിൽ നിന്ന്. കള്ളമാ. ഇവര് പാലും തേനും ഒഴുകുന്ന ദേശത്തിൽ നിന്നാണോ വന്നേ? എന്റെ ദൈവമേ, ഇവനെല്ലാം അവിടെ പാലിരിക്കുന്നത് ഇസ്രായേലില്. പാലുമില്ല, പാനിയില്ല, പഞ്ചതാരയില്ല, ഒന്നുമില്ല. ആകെ കൂടെ ഉള്ളത് ഉള്ളിയാ. ഉള്ളിയെല്ലാം തിന്നുവന്റെ എല്ലാം ഊപ്പാട് വന്നിരിക്കുക. വെളുത്തുള്ളി, കൊച്ചുള്ളി, സവോള, കാശ് കൊടുക്കാത്ത കുറെ മീന്, കുറെ വെള്ളരിക്ക, മത്തങ്ങ. വായിച്ച മോനെ 11:4. പെട്ടെന്ന് വായിര്. സംഖ്യാപുസ്തകം 11:4. അത്താഴത്തെ കണ്ണിക തുടങ്ങുന്നിടത്ത് പെട്ടെന്ന് വായിര്. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്രജാതി മുഴുവൻ ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചിറ്റുള്ളി, ഇത് ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണം വിശപ്പ് കൊണ്ട് പൊരിഞ്ഞിരിക്കുന്നു. ഈ മന്നയല്ലാതെ ഒന്നും കാണുവാനില്ല എന്ന് പറഞ്ഞു. കള്ളത്തരം പറയുക. ഒരു കള്ളം പറയാൻ വലിയ മിടുക്കരാ കേട്ടോ. നല്ല ചേരുവ ചേർത്ത് കള്ളം പറയും. ഒരിക്കലും ഇമാര് പറഞ്ഞു, ഞങ്ങൾ ഇറച്ചിക്കലത്തിന്റെ അടുക്കലായിരുന്നു. 16:4 പുറപ്പാട് 16:2 മുതൽ വായിച്ചു. ഭയങ്കരം കള്ളം പറയുന്ന വേന്ദ്രന്മാരുണ്ട്. 16:2 പെട്ടെന്ന് വായിക്കും. ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമല്ല മോശയ്ക്കും അഹരോനും വിരോധമായിട്ട് പിറുപിറുത്തു. അടുത്തത്, ഇസ്രായേൽ മക്കൾ അവരോട് ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അരികിലിരിക്കുകയും. ഞങ്ങൾ ഇറച്ചിക്കലത്തിന്റെ അടുക്കൽ ഇരുന്നെന്ന്. എവിടെ ഇരുന്നെന്ന്? ചുമ്മാ കള്ളം പറയുക. ഞങ്ങൾ ഇറച്ചിക്കലത്തിന്റെ ഇത്രയും വെച്ച് ഇറച്ചി തിന്നെന്ന് ഒറ്റ വാക്യമല്ല, മുഴുവൻ ഉള്ളി. കള്ളം പറ. അങ്ങനെ കള്ളം പറയുന്ന ആൾക്കാരുണ്ട്. ദൈവമക്കളോട് ഞാൻ പറയാം, കള്ളം പറയരുത്. സത്യം വിൽക്കുകയല്ല, സത്യം വാങ്ങണം. യോഹന്നാൻ പറഞ്ഞ, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ സത്യത്തിൽ നടക്കുന്നത് കേൾക്കുന്നതിനേക്കാൾ വേറൊന്നും സന്തോഷമില്ല കേട്ടോ. സത്യം പടലി പോകേണ്ടി വന്നാലും സത്യമേ പറയുള്ളൂ, അതേ പറയാവൂ. കള്ളം പറയരുത്. ഞാനും നിങ്ങളും കള്ളം പറഞ്ഞു വല്ലതും ഒക്കെ ഉണ്ടാക്കിയാൽ ശുഭമാകത്തില്ല. കൈവടിപ്പായിരിക്കണം. ഒരാള് പേരൊന്നും പറയുന്നില്ല, ഒരാള് വേറൊരു രാജ്യത്ത് എന്ന് പറഞ്ഞ്, ഞാൻ ഓർഫനേജ് നടത്തുക, സഹോദരിമാരാണ്. അപ്പം ആ നിലയിലൊക്കെ കണ്ടു. പിന്നീട് അറിഞ്ഞത് ആരാ സഹോദരിമാര്? പുള്ളിക്ക് 3 പെൺപിള്ളേരും, ഭാര്യയുടെ അമ്മയും, ഭാര്യയുടെ അനിയത്തിയും. കറക്റ്റ് അല്ലേ? കള്ളം പറഞ്ഞു അതുമില്ലെന്നാ. അബ്രഹാം പണ്ട് പറഞ്ഞു, നീ എൻ്റെ പെങ്ങളാന്നേ പറയാ. എന്നാ കള്ളവും അല്ല എന്ന സത്യം. വാസ്തവത്തിൽ അവളെൻ്റെ പെങ്ങളാ, പക്ഷെ എന്നെ കേൾക്കുന്ന ബഹുമാന്യരോട് ഒരു കാര്യം പറയാം, കള്ളം പറയരുത്. സത്യമായിരിക്കണം. ന്യായവിധി കണക്ക് കൊടുക്കണം. ഒരു ദിവസം അവിടെ നിൽക്കേണ്ടി വരും. കാര്യം തീർക്കുന്നൊരു ദിവസമുണ്ട്. ഇവര് പറയാ, പാലം തന്നെ ഒഴുകുന്ന ദേശത്ത് നിന്ന് ഞങ്ങളെ ഇങ്ങോട്ട് ഒരത്രം. അപ്പൊ മോശയ്ക്ക് മനസ്സിലായി. ഒരു കാര്യം കൂടെ പറഞ്ഞ ഭാഗം വിടാം. സമയം എന്തോ ആയോ? 9 സ്വോത്ര കാഴ്ചയുടെ സമയമാണ്. 9 സ്വോത്രം ആയിക്കോട്ടെ. അപ്പൊ ഇവര് കള്ളം പറഞ്ഞു. കള്ളം പറയരുത്. അടുത്തത്, ഇവര് പറയാത്ത കാര്യം കൂടെ കയറി ചെയ്യും. അതുകൂടെ പറഞ്ഞ ഭാഗം വിടാം. വിഷയം രൂക്ഷമായപ്പോ മോശെ ഇവരോട് പറയാം, പൗരോഹിത്യമാണെന്നല്ല വിഷയം. മോശ പറഞ്ഞൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ഓരോരുത്തരും ധൂപകലശം എടുത്ത് ധൂപവർഗം ഇട്ടോണ്ട് വാ. നമുക്ക് തെളിയിക്കുക ആർക്കാ ശുശ്രൂഷ ഉണ്ടെന്ന്. ധൂപകലശം എടുത്ത് അതിനകത്ത് ധൂപവർഗം ഇട്ടോണ്ട് വരാൻ മോശെ പറഞ്ഞു. ഇവന്മാർ എന്തെടുത്തെന്നറിയാമോ? ധൂപകലശം എടുത്ത് ധൂപവർഗം ഇട്ടേച്ച് ഇവന്മാര് തീ വിട്ട്. പറയാത്ത കാര്യം ചെയ്യുക. 16-ാം അധ്യായത്തെ
16-ാം അധ്യായത്തിന്റെ 17 മുതൽ 17 മുതൽ. നിങ്ങൾ ഓരോരുത്തൻ നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ ധൂപകലശമെടുത്ത് താന്താന്റെ ധൂപകലശമെടുത്ത് അവയിൽ ധൂപവർഗമിട്ട് ധൂപവർഗമിട്ട് ഓരോരുത്തൻ ഓരോ ധൂപകലശവുമായി 250 കലശവും യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവരുവേ. അടുത്തത് നീയും അഹരോനും കൂടെ താന്താന്റെ ധൂപകലശവുമായി വരണമെന്ന് പറഞ്ഞു. അടുത്തത് അങ്ങനെ അവർ ഓരോരുത്തൻ താന്താന്റെ ധൂപകലശമെടുത്ത് താന്താന്റെ ധൂപകലശമെടുത്ത് തീയിട്ട് അതിൽ ധൂപവർഗവും ഇട്ടു. തീയിടാനൊന്നും പറഞ്ഞില്ലേ, ഇവന്മാര് തീ അങ്ങ് ഇടുക. കയ്യിൽ നിന്നുള്ള തീ, ഇപ്പൊ എല്ലാത്തും കയ്യിൽ നിന്നുള്ള തീയാണല്ലോ. കയ്യിൽ കുറച്ച് തീയുണ്ട്, അതാ പറഞ്ഞ ആ തീ കത്തട്ടെ. എവിടെ പറഞ്ഞോണ്ട് ഭയങ്കര തീയായിരുന്നു, ഒരു തീയുമില്ല. അതാ അയ്യോ, ശരിയായ തീയാണെങ്കിൽ എല്ലാം ദഹിക്കും. എവിടാ തീ? രണ്ടുപേര് തമ്മിൽ മിണ്ടിയിട്ട് എത്ര കൊല്ലമായി? തീയാണെങ്കിൽ ആദ്യം ആ നിരപ്പാകണ്ടേ? സ്വന്തം ചേട്ടനോടും അനിയനോടും അയലത്തുകാരോടും മിണ്ടിയിട്ട് എത്ര കൊല്ലമായി? ഭയങ്കര തീയാ. ഒന്നും ശരിയായ തീ അല്ല. കോട്ടയത്ത് തീ, കോടിമതെത്തി, തിരുവല്ലായിൽ തീ, കാമാലത്ത് തീ. എന്നാ തീ? ഒരു തീ. ശരിയായ തീയാണെങ്കിൽ ദഹിക്കും. പറയുക ഭയങ്കര തീ. സ്റ്റേജായി ഇരിക്കുന്നവർ തമ്മിൽ പലരും മിണ്ടുന്നില്ല. കാല് വാരിയാച്ച ഇരിക്കുന്ന, എനിക്ക് ദാനം കിട്ടാൻ, കസേര കിട്ടാൻ മറ്റവന്റെ കുതികാല് വാരി അവനെതിരെ ആക്ഷേപവും പറഞ്ഞു, അപമാനവും പറഞ്ഞു, ചെളി വാരി എറിഞ്ഞ് ചെല്ലാൻ നിരന്നിരിക്കുക മുടുത്ത ജിബ്ബായി ഇട്ടോണ്ട്. എന്നുവെച്ച് പറയാ തീയാണ്. ഓളിയോ എല്ലാം കൂടെ കൂട്ടി തരാൻ കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ വെക്കുന്നതാണോ തീ? ശരിയായ തീ ദഹിപ്പിക്കും. നിരപ്പിന്റെ ശുശ്രൂഷ നടക്കും. ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അങ്ങോട്ട് ചെന്ന് ക്ഷമ പറയും. അല്ലാതെ നിരപ്പിൻ ശുശ്രൂഷയാൽ താതനോടം നാക്കുവാൻ വേർപാടിന്റെ നടുചുവർ ഇടിച്ചുവല്ലോ. നിരപ്പിൻ ശുശ്രൂഷയാൽ താതനോടം നാക്കുവാൻ വേർപാടിന്റെ നടുചുവർ ഇടിച്ചുവല്ലോ. ഭയമതിലില്ല, സ്വയമതിലില്ല, താതൻ തൻ ഗീതത്തെ തികപതിന. ഭയമതിലില്ല, സ്വയമതിലില്ല, താതൻ തൻ ഗീതത്തെ തികപതിന. അപ്പൊ ശ്രദ്ധിക്കുക, ഇവര് കയ്യിലെ തീയിടുക. ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം രൂക്ഷമായപ്പോൾ മോശയ്ക്ക് ഒരു കാര്യം പിടികിട്ടി, കവണ്ണ് വീടാതെ രക്ഷയില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് വചനത്തിൽ കൂടെ ദൂത് പറയുക, നിനക്കെതിരെ കൂട്ടം കൂടുമ്പോൾ, നിനക്കെതിരെ ആൾക്കാരെ കൂട്ടുമ്പോൾ, നിന്നെ അവൻ പറഞ്ഞ് അനുസരിക്കാതെ വരുമ്പോൾ, അവൻ പ്രശ്നമുണ്ടാക്കുമ്പോൾ, അവൻ അതിക്രമിച്ച് പലതും ചെയ്യുവാൻ തുനിയുമ്പോൾ, എതിർക്കാനും ഉടക്കാനും മറുപടി പറയാൻ പോകരുത്. മോശ ചെയ്തതുപോലെ കവണ്ണ് വീഴണം. കവണ്ണ് വീണ് ദൈവസന്നിധിക്ക് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഞാൻ ആ ഭാഗം അങ്ങ് ഓടിച്ചു വിടുകയാ. ദൈവത്തിന്റെ മകത്ത് വായിച്ച കുറുവാക്യത്തിലോട്ട് വരണമല്ലോ. അപ്പോൾ മോശയുടെ പ്രാർത്ഥനയാണ് 90-ാം സങ്കീർത്തനം. നമ്മൾ 91-ാം സങ്കീർത്തനം 10-ാം വാക്യമാണ് വായിച്ചത്. ഒരർത്ഥം നിനക്ക് ഭവിക്കത്തില്ല. ഒരു ബാരകം നിന്റെ കൂടാരത്തിൽ. വേദപണ്ഡിതാക്കൾ പറയുന്നത് 90-ാം സങ്കീർത്തനം മോശയുടെ പ്രാർത്ഥന അഹരോന്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ. 91-ാം സങ്കീർത്തനം ആരാണ് എഴുതിയതെന്ന് അതിന്റെ ഹെഡിങ്ങിലില്ല. പക്ഷേ പലരും അഭിപ്രായപ്പെടുന്നത് അത് യോശുവ എഴുതിയെന്ന്. 90 മോശയും എഴുതി, 91 യോശുവ എഴുതിയെന്നാ പറയുന്നത്. മോശയുടെ കൈക്ക് വെള്ളം ഒഴിച്ച, മോശയുടെ കാലുവാരിയ യോശുവയല്ല, മോശയുടെ കൈക്ക്. യോശുവയുടെ ഒരു പ്രത്യേകത, കൂടാരം വിട്ട് പിരിയാത്തവനാ. കൂടാരം 33:11 ഒന്ന് വായിച്ചു അല്ലേ സാറേ? പെട്ടെന്ന് വായിച്ചു. പുറപ്പാട് കണിക തീരുന്നതിന് മുമ്പ്. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ, യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. അടുത്തത്, പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു.
അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനാകുന്ന യോശുവ എന്ന ബാല്യക്കാരൻ ചെറുപ്പക്കാരനാ, ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നെന്ന്. ഒറ്റ വാക്ക് പറഞ്ഞ ദൈവസന്നിധിയിൽ ഇരിക്കുക. Praise the Lord. മാത്രമല്ല മോശ പർവ്വതത്തിലോട്ട് പോയപ്പോൾ യോശുവയെ കൂടെ കൊണ്ടുപോയി. 24:12 വായിച്ചേ. പുറപ്പാട് 24:12 പെട്ടെന്ന് വായി. ആ കണ്ണിക തുടങ്ങുന്നത്. പിന്നെ യഹോവ മോശയോട് നീ എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി എന്റെ അടുക്ക വന്നിരിക്കാൻ മോശയോട് ദൈവം പറയുക. എന്റെ അടുക്കൽ ദൈവം ഒരുത്തനോട് അങ്ങനെ പറയണേ എന്ത് വിശേഷതയാ. ദൈവത്തിന്റെ അടുക്ക പിടിച്ചിരുത്തിയത് മോശനെ മാത്രമേ ഉള്ളൂ. കയറി വരാൻ ഇവിടെ ഇരിക്കും. ഞാനെപ്പോഴും പറയണം അങ്ങനെ ഇരുത്താൻ കാര്യം പണ്ട് ഈ പുള്ളിയെ ഫറവോന്റെ സിംഹാസനം വിട്ടേച്ച് പോകുന്നതാ. അന്നേ സ്വർഗം തീരുമാനിച്ചതാ. നീ ആ സിംഹാസനം വിട്ടില്ലേ, അന്ന് നിന്നെ എല്ലാവരും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. അവരെല്ലാവരും കാണുക നീഞ്ഞു കയറി വന്ന് എൻ്റെ അടുക്ക ഇരിക്കാൻ. നിന്നെ മാനിക്കുന്നൊരു ദൈവം ഉണ്ടെന്നായി പറഞ്ഞത്. ആ ഫറവോന്റെ വലിയ സിംഹാസനം ഉണ്ടല്ലോ, ഭയങ്കര സിംഹാസനം. നീ അത് ഉപേക്ഷിച്ചല്ലേ ഇങ്ങോട്ട് ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കാൻ തെരഞ്ഞെടുത്തത്. അന്ന് നിന്നെ ആക്ഷേപിച്ചു പരിഹസിച്ചു. ഇവരുടെ കൂടെ ഒന്നും പോകരുത്, കൊട്ടിയും പാടിയൊന്നും നടക്കരുത്, തുള്ളിയും ചാടിയൊന്നും നടക്കരുത് ഒക്കെ ഒത്തിരി പേര് ആക്ഷേപിച്ചു. അപ്പോൾ മോശ പറഞ്ഞു എനിക്കതൊന്നും വിഷയമല്ല, ഞാൻ ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്ന തെരഞ്ഞെടുത്തു പോയി. അപ്പോൾ പറഞ്ഞു അങ്ങനെ തന്നെ ഒരു കാര്യം, ഞാൻ കസേരയിൽ ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കാമല്ലോ. മോശ പറഞ്ഞു എനിക്ക് ആ കസേര വേണ്ട, സ്വർഗം അന്നേ തീരുമാനിച്ചു. ആ കസാര ഇട്ടേച്ച് വന്ന നിന്നെ ഞാൻ കൈവിടുകയല്ല. തമ്പുരാൻ ഒടുങ്ങി പറഞ്ഞ് കയറി വന്ന് എൻ്റെ അടുക്കലിരിക്കാൻ. അതിന് അവിടുത്തെ അടുക്കളത്തെ പ്രത്യേക ഇരിക്കുന്ന സ്ഥലം ഏതാ? ആ 24:10 വായിച്ചേ. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. അടുത്തത് അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയും ആയിരുന്നു അവിടെ ഇരുത്തിയത്. നീലക്കല്ല് പടുത്ത തളം പോലെ. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നീ കയറി വന്ന് ഇവിടെ ഇരിക്കാൻ. നീ കർത്താവിന്റെ നാമത്തിനെ സ്നേഹിച്ച് ചിലതൊക്കെ ത്യജിച്ചാൽ, ഉപേക്ഷിച്ചാൽ, വിട്ടാൽ നിന്നെ ആദരിക്കുന്നൊരു സുദിനമുണ്ട്. അങ്ങ് ചെല്ലുമ്പോഴും ഉണ്ട് ബഹുമാനം. അവിടെ ചെന്ന് പന്തിയിലിരിക്കും. ആരിവർ രാജനോടൊപ്പമായി പന്തിയിരിപ്പതു സത്യസഭ. അറിയാവുന്നൊരു പാട്. അമ്മേ പാടമ്മേ. രാജനോടൊപ്പമായി പന്തിയിരിപ്പത് സത്യസഭ. പൊന്നേശുതമ്പൂര ചിന്തിയ രക്തത്തിൻ ഫലമാം വിശുദ്ധ കൂട്ടരത്രേ. പൊന്നേശുതമ്പൂര ചിന്തിയ രക്തത്തിൻ ഫലമാ വിശുദ്ധ കൂട്ടരത്രേ. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയമങ്ങു. മാറിപ്പോകുമല്ലോ, അത് തന്നെ വലിയ കാര്യം. ഒപ്പിച്ചല്ലോ. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയ അങ്ങു മാറിപ്പോകും. വാനസേനാഗണം നോക്കി നിന്ന് അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. വാനസേനാഗണം നോക്കി നിന്ന് അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. അതെ, അങ്ങനെ മോശയുടെ കൈക്ക് വെള്ളമൊഴിച്ച യോശുവ, കൂടാരം വിട്ടുപിരിയാതിരുന്ന യോശുവ മരുഭൂമിയിൽ പ്രയാണത്തിൽ കൂടെ ഉണ്ടായിരുന്നു. അനുഭവത്തിന്റെ വെളിച്ചത്തിലാ യോശുവ 10 പറഞ്ഞിരിക്കുന്നത് ഒരനർത്ഥമെന്ന് നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധകം നിന്റെ കൂടാരത്തിൽ
അതിന്റെ കാരണം പറയാ, പ്രമാണം തെറ്റി, വ്യവസ്ഥ തെറ്റി, വിശുദ്ധി തെറ്റി, വേർപാട് തെറ്റി, പടപടാന്ന് ബാധ കൊണ്ട് എല്ലാം പട്ടുപോകുന്ന കാഴ്ച കണ്ടവനാ യോശുവ. Praise the Lord. എന്നാൽ പ്രമാണത്തിൽ, വിശുദ്ധിയിൽ, വേർപാടിൽ, ഉപദേശത്തിൽ അവൻ ദൈവദാസനാകുന്ന മോശയുടെ കൂടെ നടത്തിപ്പിന് കീഴ്പ്പെട്ട് മേഘസ്തംഭത്തിന്റെ കീഴെ അഗ്നിസർപ്പത്തിന്റെ പ്രഭയാൽ അന്നുള്ള മന്ന പെറുക്കി അവനത് ഇടിച്ചും ഉരലിലിട്ടിടിച്ചും കലത്തി പുഴുകിയും ഒക്കെ അപ്പമുണ്ടാക്കി അവൻ സ്തോത്രം 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 ദേശം ഒത്തുനോക്കാൻ പോയപ്പോൾ ദൈവത്തോട് പറ്റി നിന്ന് അവൻ 10 ദുർവർത്തമാനം പറഞ്ഞ് ജനത്തെ അവൻ അസ്വസ്ഥതപ്പെടുത്തിയപ്പോൾ കാലേബും യോശുവായും അവൻ പറ്റി നിന്ന് അവൻ വിടുതലിന്റെ അവൻ സ്വന്തം ജയത്തിന്റെ കാര്യം പറഞ്ഞു. പറ്റി നിൽക്കാഞ്ഞവനും പറ്റിച്ചവനെല്ലാം കൂടെ മരുഭൂമിയിൽ ബാധയാൽ പറ്റുപോകുന്നത് യോശുവ കണ്ടതാ. അതുകൊണ്ട് യോശുവ പറയുകയാ, ഓമെ പറ്റി നിൽക്കുന്ന ദൈവപൈതലേ, ഒരനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. അനർത്ഥത്തിൻ ദിവസങ്ങൾ വരും മുന്നാലെ ഈ തരയിലെ വിശുദ്ധന്മാർ പറന്നിടുമേ. അനർത്ഥത്തിൻ ദിവസങ്ങൾ വരും മുന്നാലെ ഈ തരയിലെ വിശുദ്ധന്മാർ പറന്നിടുമേ. അവർ വസിച്ചിടും പുതുവാന നഗരങ്ങളിൽ, അവർ വസിച്ചിടും പുതുവാന നഗരങ്ങളിൽ. അതിമഹത്വത്തിൻ പ്രമോദങ്ങൾ അനന്തങ്ങളാ, അതിമഹത്വത്തിൻ പ്രമോദങ്ങൾ. എന്റെ ജനമായുള്ളവരെ നിൻ അറയിൽ പൂക്കതിർ വാതിൽ അടയ്ക്കാം. ക്രോധം കടന്നു പോവോളം വെള്ളിടയിൽ, ക്രോധം കടന്നു പോവോളം വെള്ളിടയിൽ. ഒരനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല, ഒരു മാർഗം നിന്റെ കൂടാരത്തിൽ. ഇന്ന് രാത്രി ഓടിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് ഈ ശുശ്രൂഷ കഴിഞ്ഞ് രാത്രി തന്നെ കൊച്ചിക്ക് പോകണം. അത് കഴിഞ്ഞ് വെളുപ്പിനെ അവിടെ നമ്മുടെ ചുമ്മാർ ഉപദേശിയുടെ മരുമകൻ കടന്നുപോയി. രാവിലെ 7 മണിക്ക് അങ്കമാലിക്ക് അപ്പുറം കറകുറ്റി ഡെഡ് ബോഡി ഒന്ന് കാണണം, ദൈവം അനുവദിച്ചാൽ. അതിനുശേഷം അവിടുന്ന് പിന്നെ 10 മണിയാകുമ്പം രാവിലെ അങ്ങ് വേങ്ങൂർ ചെല്ലണം. നമ്മുടെ കർത്താവിൻ്റെ മകൻ പ്ലസൻ മേമേനയുടെ അമ്മ കടന്നുപോയി. നാളെ ആ ശവസംസ്കാര ശുശ്രൂഷ, അതിന് 10:30 ആകുമ്പോൾ സംബന്ധിക്കണം. അത് കഴിഞ്ഞേച്ച് പൂയപ്പള്ളി പകൽ യോഗത്തിന് സംബന്ധിക്കണം, മനോജ് കുഴിക്കാരുടെ അവിടെ. അതിനുശേഷം നാളെ വൈകിട്ട് മൂവാറ്റുപുഴ കോലഞ്ചേരിലും പ്രസംഗിക്കണം. അപ്പം ഞാൻ നിങ്ങളെക്കാളെല്ലാം തിരക്കിലും ബന്ധപ്പെടുക നിൽക്കുന്നത്. ഉറങ്ങുന്നതൊക്കെ വണ്ടിക്കകത്തേക്ക് ഇരുന്നാണ് ഉറങ്ങുന്നത് ചിലപ്പം. അപ്പം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് യാത്രാവിവരണം ഒന്നും പറഞ്ഞതല്ല, LSK പെറ്റക്കാടിൻ്റെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അപ്പം നിങ്ങളെക്കാളെല്ലാം തിരക്കും ബന്ധപ്പാടും ഉണ്ടെന്നാ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു സാരം. എങ്കിലും ദൈവത്തിൻ്റെ വചനം നമുക്ക് ധ്യാനിക്കാം. അപ്പൊ യോശുവ പറയുക, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ, ഒരു ബാധയും കൂടാരത്തിൽ അടുക്കത്തില്ല. പക്ഷെ ആദ്യം ബാധ വരാൻ കാര്യം എന്നാ? വരാൻ കാരണമുണ്ട്. ബാധ വരാൻ കാരണമുണ്ട്. അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 58 മുതൽ വായിച്ചേ. ബാധ വരാൻ കാര്യം പെട്ടെന്ന് ആവർത്തനം 28-58 മുതൽ വായിച്ചേ. താളിഞ്ഞോട്ട് മറിക്കുമ്പോൾ ഇടതുവശത്ത് മേളില് നിന്റെ ദൈവമായ യഹോവ എന്ന മഹത്വവും ഭയങ്കരവുമായ നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ചനുസരിച്ച്
നടക്കാഞ്ഞാൽ ഈ ന്യായപ്രമാണ പുസ്തകത്തിലെ പ്രമാണങ്ങൾ, വചനങ്ങൾ നീ അനുസരിച്ച് ആചരിച്ച് നടക്കാതിരുന്നാൽ യഹോവ നിന്റെ മേലും ഞാൻ പെന്തിക്കോസ്കാരോടാ പറയുന്നത്. ഒന്നാം പ്രതി ഞാനാ. ഈ നിയമത്തിന്റെ വചനങ്ങളും പ്രമാണങ്ങളും കേട്ട് അത് ഗ്രഹിച്ച് മനസ്സിലാക്കിയിട്ട് അത് അനുസരിക്കാതെ പോയാൽ ആണ്ടോടാണ്ടൊക്കെ കൺവെൻഷൻ കൊടുക്കുക. ലോക്കൽ മിറ്റത്തെ കൺവെൻഷന്, സെൻട്രൽ കൺവെൻഷന്, ലോക്കൽ കൺവെൻഷന്, മേഖലാ കൺവെൻഷൻ, ഏരിയ കൺവെൻഷൻ, ജനറൽ കൺവെൻഷൻ, പിന്നെ വേറെ ഉണ്ടല്ലോ, എന്തുവാ ഇനി ഏതാ എല്ലാം ഞാൻ പറഞ്ഞു. പിന്നെ കാത്തിരിപ്പ് യോഗം, ഉണർവ് യോഗം, കരിസ്മ, ഗ്രീസ്മ, പിന്നെ ഡുനാമീസ്, പവർ കോൺഫറൻസ്, ഫയർ മീറ്റിംഗ്, തീമഴ, അഗ്നിമഴ, കൽമഴ, പെരുമഴ. വിശേഷ യോഗം ഒന്നും ഇപ്പൊ അങ്ങനെ വിരളം നോട്ടീസ് ആദ്യമായിട്ട് കേൾക്കുമോ? എവിടുന്ന് കിട്ടി? വണ്ടർഫുൾ. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. പോയിന്റൊക്കെ നല്ലതാ, പറയുന്നതും കേൾക്കുന്നതൊക്കെ നല്ലതാ. പക്ഷേ ഇത് കേട്ടിട്ട് അനുസരിക്കാതെ, ഗുണപ്പെടാതെ, ക്രമപ്പെടാതെ പോയാൽ അപൂർവമായ ബാധകളായിരിക്കും വരുത്തുന്നത്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, അത് പഴയ നിയമത്തിലല്ലേ എന്ന്. പുതിയ നിയമത്തിലും ബാധ വരും. നിയമത്തിൽ വാക്യം വേണോ? ബാധ വരാനാണ് വേണ്ടെന്ന്. പുതിയ നിയമത്തിലും ബാധ വരുമെന്ന്. അപ്പൊ ചില ചിന്തിക്കാതെ പഴയ നിയമത്തിലല്ലേ ആവർത്തനം ഇസ്രായേലിനോട്. അതെ, അതിനെന്നാ ഉണ്ടാരാണ്ട് പറഞ്ഞു കൊരിന്ത്യർക്ക് ലേഖനം എഴുതിന് കോടഞ്ചേരിക്കാരൻ എന്നാന്ന്. ഇതിന് ന്യായപ്രമാണത്തിലല്ലേ, പഴയ നിയമല്ലേ, ആവർത്തനമല്ലേ? അതെ, പുതിയ നിയമത്തിലും ബാധ വരും. സാറിരിക്കുന്നതുകൊണ്ട് ഞാൻ പേടിച്ചാ പറയുന്നത്. സാറിന് വചനത്തിലൊക്കെ നല്ലത് കിട്ടുമുണ്ട്. പുതിയ നിയമത്തിൽ എങ്ങനെയാ ബാധ വരുന്നത്? വായിച്ചേ, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 18-ാമത്തെ തിരുവെടുത്ത് സ്ഫുടമായിട്ട് അങ്ങോട്ട് വായിച്ചേ. 22:18 വായിക്കും. വായിക്കും. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകം. നന്നായിട്ടൊന്ന് വായിച്ചേ, തെറ്റുന്നില്ലെങ്കിലും വായനയ്ക്കൊരു സുഖം വരുന്നില്ല. ഒന്ന് വായിച്ചേ. ഇപ്പൊ ചിന്തിക്കുക, അന്ന് അടുത്ത ആണ്ടി എനിക്ക് വായിച്ചു തരത്തുമില്ലെന്നായിരിക്കും. എന്നാൽ ഈ ആണ്ടി വായിക്കും. ഈ പുസ്തകത്തിൽ എഴുതിയ വാദങ്ങളെ ഒന്നുകൂടെ വായിച്ചേ. അതിനോട് ആരെങ്കിലും. അല്ലെന്നാ വാക്യം, ഞാൻ പറഞ്ഞ വാക്യം 18 ഒന്നുകൂടെ ഒന്ന് വായിക്കാൻ. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന. എന്നെ നോക്കാനില്ല, അത് വായിക്കാൻ. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകളെ ദൈവം അവന് വരുത്തും. അപ്പൊ ബാധ വരും. ഈ പുസ്തകത്തിൽ, പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഇതിനോട് കൂട്ടിയാലേ ഇതിനകത്തെ ബാധ തന്നെ നിനക്ക് വരും. പഴയ നിയമത്തിൽ മാത്രമല്ല എന്നായി പറഞ്ഞത് ബാധ വരുന്നത്. അതുകൊണ്ട് എന്റെ സഹപടന്മാരായ ദൈവദാസന്മാരോടും ശുശ്രൂഷകരോടും ഞാൻ പറയാ, നീ ഒരുത്തന്റെ മുഖം നോക്കരുത്, ഉള്ളതുപോലെ പറഞ്ഞോണം. സെക്രട്ടറിയുടെ മുഖം നോക്കി, കാശുള്ള അച്ചായന്റെ മുഖം നോക്കി, അമേരിക്കക്കാരന്റെ മുഖം നോക്കി, പേർഷ്യക്കാരന്റെ മുഖം നോക്കി, ലണ്ടന്റെ മുഖം നോക്കി, നാടന്റെ മുഖം നോക്കി, ഈ മുണ്ടത്താനുകാരുടെ മുഖം നോക്കി,
സെൻട്രൽ പാസ്റ്ററുടെ മുഖം നോക്കി, ഇപ്പൊ പിടിപ്പുള്ളവരുടെ മുഖം നോക്കി, നേതാവിന്റെ മുഖം നോക്കി ഇത് കൂട്ടുകയും ചെയ്യരുത്, കുറയ്ക്കുകയും ചെയ്യരുത്. ഉള്ളതുപോലെ പറഞ്ഞോണെ. ചിലപ്പം അടുത്ത കൊല്ലം വിളിക്കുകയല്ല, അല്ലെ കൈ തരികയല്ല, അയാളെ ഇവിടെ കേട്ടിട്ടുണ്ടെന്ന് അതൊക്കെ പറഞ്ഞോട്ടെ. അതിനെന്നെ ഞാനൊരു കാര്യം പറയാം. ഞാന് വചന ശുശ്രൂഷയിൽ ആരുടെയും മുഖം നോക്കി എന്റെ അന്ത്യം വരെ അങ്ങനെ നിൽക്കണമെന്ന ആഗ്രഹം. ഒരുത്തൻ എന്നോട് ചോദിച്ചു, അമേരിക്കയിൽ പോകും. അമേരിക്കയിൽ നീ വന്ന് നോക്കാൻ എങ്ങനെയാണ്? അല്ല, അമേരിക്കയിൽ എങ്ങനെയാണെന്ന് അറിയണ്ടേ. അമേരിക്കയിലാന്നേലും കാനഡയിലാന്നേലും കുണ്ടത്താനത്താന്നേലും കാവാലത്താന്നേലും കേരളത്തിലാന്നേലും ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റിലാന്നേലും ലോകത്തിന്റെ എവിടെ ചെന്നാലും ഇതിന് മാറ്റമൊന്നുമില്ല. ക്ലൈമറ്റിന് മാറ്റമുണ്ട്, ഭക്ഷണത്തിന് വ്യത്യാസമുണ്ട്, ഡ്രസ്സിങ്ങിനൊക്കെ വ്യത്യാസമുണ്ട്. അവിടുത്തെ ഡ്രസ്സല്ലല്ലോ ഇവിടെ ചൂടില്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ, ചൂടുള്ളത് കൊണ്ട് ഇങ്ങനെ അന്തരീക്ഷം ചൂടാ. അമേരിക്കക്കാർ ടൈയും കോട്ടിയും കെട്ടിരിക്കുന്നത് അവിടെ തന്നെ തണുപ്പ് സ്നോയൊക്കെ വീണുകൊണ്ടിരിക്കുക. അത് കണ്ടുകൊണ്ട് നമ്മൾ ഇടയപ്പാറയിൽ ടൈയും കെട്ടി ഈ മീനെ ചൂടിനിരുന്നാൽ ഇപ്പൊ ന്യൂയോർക്കിൽ ഇരിക്കുന്നത് ടൈയും ഒക്കെ കെട്ടി അയാൾ അവിടെ തണുപ്പാ, തൊണ്ടയ്ക്കൊക്കെ ബുദ്ധിമുട്ടാ. അത് അവരുടെ ബുദ്ധിയാ. അത് കണ്ടുകൊണ്ട് നമ്മൾ ഈ ചൂട് പിടിച്ച് പാനുമില്ല, ഇടയപ്പാറ ഇരിക്കാം. വിളിച്ചു നോക്കി കറണ്ട് എപ്പോൾ വരുമെന്ന്. ഇലക്ട്രിസിറ്റി ബോർഡ് പറഞ്ഞ് വൈകിട്ട് 5:30 കഴിഞ്ഞോളൂ. അയ്യോ, ക്ലൈമറ്റിന് വ്യത്യാസമുണ്ട്, ഭക്ഷണക്രമത്തിന് വ്യത്യാസമുണ്ട്, ഡ്രസ്സിങ്ങിനൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ എന്റെ പ്രിയരെ, പ്രമാണത്തിന് വ്യത്യാസമില്ല കേട്ടോ. ഇതെല്ലായിടത്തും ഇത് തന്നെ പ്രമാണം. ഇത് പറയുമ്പോ ആരുടെ മുഖം നോക്കണ്ട. ഇവിടെ അല്ല കൂലി, ഇവിടെ അല്ല പ്രതിഫലം കൂലിയൊക്കെ അവിടെ. പാരിലാരും പാടിടാത്ത പാട്ട് നമ്മൾ പാടും, പാരിലാരും പാടിടാത്ത പാട്ടു നമ്മൾ പാടും. ഓ പാരിലാരും ചൂടിടാത്ത വാടാമുടി ചൂടും. ഓ പാരിലാരും ചൂടിടാത്ത വാടാമുടി ചൂടും. ഓ ജീവന്റെ നാഥനായി ത്യാഗം സഹിച്ചതാ സ്നേഹമണവാളനോട് സിയോൻ പുരേ വാഴും. ഓ ജീവന്റെ നാഥനായി ത്യാഗം സഹിച്ചതാ സ്നേഹമണവാളനോട് സിയോൻ പുരേ വാഴും. ശ്രദ്ധിക്കില്ല, എന്നോട് ചെല്ലു പറയാനുണ്ട്, ഇങ്ങനെ പ്രസംഗിക്കരുത്, അങ്ങനെ പറയരുത്. എനിക്ക് അവരെ ഇകഴ്ത്തുകയോ അവരെ താറടിക്കുകയോ അവരുടെ താല്പര്യമില്ല. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. എന്റെ ഭയമായവൻ പേടിയ. ഇവിടെ ചിലപ്പോ ഇഷ്ടപ്പെടുകയല്ല, അഭിപ്രായമൊക്കെ പലരും പല അഭിപ്രായം പറയും, ഇല്ലേ? ഒത്തിരി അഭിപ്രായം പറയും. എന്തെല്ലാം അഭിപ്രായങ്ങളാ. എനിക്ക് വിവരമില്ല, ബോധമില്ല. ഇന്നാളൊരാൾ പറഞ്ഞ ആൾ തള്ളയെന്ന് വിളിക്കുന്നു. തള്ളയെന്നുള്ള നല്ല ഭാഷയാണ്. തള്ള നല്ല ഭാഷയാണ്. കുഴപ്പമില്ല, നല്ല ഭാഷയാണ്. തള്ളയെ പോൽ നമുക്കുള്ളൊരു രക്ഷകൻ കൊള്ളക്കാരൻ. നല്ല ഭാഷയല്ലേ? അവിടെ വേറൊരു പദം വെച്ചേ, ചുവമ്പാവലി ഭാഷ. അവിടെ വേറൊരു പദം വെച്ച നമുക്കൊന്ന് തിരുത്താനാ. നല്ല ഭാഷയാണ്. തനിച്ചു നടപ്പാൻ ത്രാണി പോരാത്ത കുഞ്ഞിനെ താൻ വനത്തിൽ വിടുമോ വാനരൻ പ്രിയ. അന്നച്ച പറ്റി വസിപ്പാൻ മാറും, അതിനു വേണ്ട സമസ്ത വഴിയും തനിക്കു ലഭിച്ച കഴിവ് പോലെ കൊടുത്തു പോറ്റുന്ന അതിന്റെ തള്ളയും. വേറെ പദം വെച്ചേ,
എന്നാ കുനിഞ്ഞിരിക്കുന്നേ? അല്ല, ചിലർക്കത് ഇഷ്ടമല്ല. പക്ഷെ അങ്ങനെയൊക്കെ ആക്ഷേപങ്ങൾ അതിരിക്കട്ടെ, ഒത്തിരി ഉണ്ട്. ഇന്നാൾ ഒരാൾ പറഞ്ഞു, തമാശ എന്നല്ല വളിപ്പ് പറയുക. അതിനെപ്പറ്റി ഒത്തിരി ആക്ഷേപമുണ്ട് കേട്ടോ. വാദമുള്ളിടത്ത് ആ കോച്ചുന്നത്. വിവാദമാകുമെന്നറിയാമെങ്കിലും അങ്ങ് പറയാം. വലിയ വലിയ കുടുംബത്തിൽപ്പെട്ടവരും ശ്രേഷ്ഠരും ഉന്നതന്മാരും ഒക്കെ രസകരമായി പ്രസംഗിച്ചാൽ അത് സ്വർണനാവ. അവർ അതിന് കൊടുത്തിരിക്കുന്ന പടിയറ ഫലിതങ്ങൾ അവാലത്തിന്റെ ആകുന്നുണ്ടോ അതോ പൊട്ടം കളിക്കുകയാണോ? പടിയറയാ. നമുക്ക് പടിയില്ല, അറയില്ല. വേറൊരു കാര്യം ഇവിടെ പറയാം. ഇവര് പിന്നെ നിങ്ങളുടെ സഭയിൽ വരുമ്പോ അതൊന്നും പറയാനൊക്കെ. നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ, അത്രേ ഉള്ളൂ. പിള്ളേർ പിന്നെ വന്ന് പറഞ്ഞു തരും എന്നാ പറഞ്ഞെന്ന്. ഞാൻ അത്രയും പറയുക. ഞാനൊരു കാര്യം പറയാം. എന്നെ വിളിച്ചാലും കൊള്ളാം, വിളിച്ചില്ലേലും കൊള്ളാം, കണ്ടാലും കൊള്ളാം, കണ്ടില്ലേലും കൊള്ളാം. എനിക്ക് ദൈവത്തെ പേടിയാ. അതുകൊണ്ട് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് അതുപോലെ എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് പറയും. ശൈലി ചിലപ്പോൾ ഇഷ്ടപ്പെടുകയല്ല. ഈ പ്രവാചകന്മാരുടെ എല്ലാ ശൈലി ഒരുപോലെ അല്ലല്ലോ. യശയ്യാവ് ഞങ്ങൾ പിന്നെ ആകും അലപ്പുക അകൃത്യം വായിക്കുന്നവരുടെ തലമുറ പ്രവർത്തിക്കാതെ നന്ദി വശനായിട്ട് നടക്കുന്ന ഒന്നും ഗുണമാകുകയല്ല. കാളതൻ്റെ ഉടവനെയും കയറുതൻ്റെ ഏമാൻ്റെ പുറത്തിന് ഈ എനം അറിയുന്നില്ല, യോഗ്യനല്ല. അടിതൊട്ട് മുടി വരെ സുഖമില്ല, പഴുപ്പ് പറയണം, ഞെക്കിയിട്ടില്ല, കഴുകിയിട്ടില്ല, വെച്ച് കെട്ടില്ല. കേൾക്കുമ്പോൾ ഒരു സുഖമൊന്നുമില്ല. ഇവിടെ ശൈലി അതാ. എന്നാൽ കറക്റ്റ് കാര്യമാണ്. പക്ഷെ യഗസ്കേല് വേറൊരു രീതിയിലാണ്. യഗസ്കേല് തേജസ് കാണുക. ചക്രത്തിന്മേൽ ചക്രം തേജസ് വരുന്നു, കെറൂബ് വരുന്നു, ശ്രാവ്യന്മാർ വരുന്നു, മഹത്വം വരുന്നു, പോകുന്നു, ഇറങ്ങുന്നു, തേജസ്. അത് വേറൊരു ശൈലിയാണ്. ഇരമ്യാവ് വ്യത്യസ്തനാണ്. ഇരമ്യാവ് അങ്ങ് കരച്ചില്ല. എൻ്റെ ജനത്തിൻ്റെ അകൃത്യയുടെ ജനത്തിൻ്റെ പുത്രിയുടെ അകൃത്യം മൊത്തം കരയേണ്ടത് എൻ്റെ തലയ്ക്ക് വെള്ളവും എൻ്റെ കണ്ണുനീരും ആക്കുന്നെങ്കിൽ എനിക്ക് ഇത്രോ ഇനിയും കരയണം. അപ്പോ നമ്മുടെ ആൾക്കാർ അതൊരു ശൈലിയാ, കരച്ചില്ല. പക്ഷെ ദാനിയേലിന്റെ ശൈലി വേറെയാ. ദാനിയേൽ പറഞ്ഞു, രാജാവിന് ദീർഘായുസ് ഉണ്ടാകട്ടെ. ഒരു ചെറിയ സുഖിപ്പീര രാജാവിന് ദീർഘായുസ്. പക്ഷെ അധ്യായത്തിനുള്ളിൽ അന്ന് രാത്രി അവൻ തട്ടിപ്പോയെന്നുള്ളതാണ്. അന്ന് രാത്രി അവൻ ശൈലിയാണ്. പക്ഷെ ഇതെല്ലാം കറക്റ്റ് കാര്യമാണ്. അപ്പൊ എനിക്ക് ലഭിച്ച കൃപയ്ക്കും ശൈലിക്ക് അനുസരിച്ചാ പറയുന്നത്. പക്ഷെ എനിക്ക് ദൈവത്തെ ഭയമാണ്. അതുകൊണ്ട് ഇത് ഉള്ളതുപോലെ പറയും. എൻ്റെ ശൈലി പറയാനേ ഉള്ളു. ഇത് ഉള്ളതുപോലെ എല്ലാം ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ അറിയുന്നത് ഞാൻ തീർത്ത് പറയും. എനിക്കിതെല്ലാം ഒന്നും അറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല. അറിയാവുന്ന കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയും. അതങ്ങനെ തന്നെ. കാരണം ഇത് കൂട്ടാനും കുറയ്ക്കാനും ഒക്കത്തില്ല. അങ്ങനെ ചെയ്താൽ ഇതിനകത്തെ ബാധ വരും. അതുകൊണ്ട് എൻ്റെ സഹപടന്മാരോടും ദൈവമക്കളോടും പറയും, അവരെ ഇവരെ നോക്കി കൂട്ടുകയും ചെയ്യരുത്, കുറയ്ക്കുകയും ചെയ്യരുത്. ഉള്ളതുപോലെ പറഞ്ഞു. മാനസാന്തരം പറയണം. രക്ഷ തീർത്തു പറ. വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം തീർത്തു പറ. അഭിഷേകം തീർത്തു പറ. വേർപാട് തീർത്തു പറ. ഇഷ്ടമുള്ളവർ അംഗീകരിച്ചാൽ മതിയെന്ന്. ഇത് തീർത്തു പറയണം. തിരുമേശ, കൂട്ടായ്മ, ഉപദേശം, ഇത് ഇഷ്ടമുള്ളവർ അംഗീകരിച്ചാൽ മതി. പക്ഷെ ഇത് തീർത്തു പറഞ്ഞാൽ അങ്ങ് ചെല്ലുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി നിനക്ക് കേൾക്കാം.
ഇവിടെ ഇവരെയും കണ്ട് അവൻ സ്വോത്രം സംഘടനയെ കണ്ട് പാസ്റ്റർമാരെ കണ്ട് നേതാക്കന്മാരെ കണ്ട് പണം കണ്ട് പ്രതാപം കണ്ട് അവ ഇരിപ്പും പ്രൗഢിയൊക്കെ കണ്ട് നീ കുറച്ചാൽ കൂട്ടിയാൽ ഇതിനകത്ത് ബാധ വരും. ഇവിടെ ചിലപ്പോ എല്ലാവരും വന്ന് മാനിച്ചെന്ന് വരികയല്ല, എല്ലാവരും അംഗീകരിച്ചെന്നും അവിടെ ചെല്ലുമ്പോ അറിയാം. അതുകൊണ്ട് ഈ ബാധ വരാനുള്ള കാര്യമാണ്. ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യരുത്, പ്രമാണത്തിൽ നിൽക്കണം. അങ്ങനെ നിന്നില്ലെങ്കിൽ ബാധ വരും. എന്നാൽ ബാധ വരാതിരിക്കാൻ കാര്യമല്ല. ഇനി അത് കമ്പിവാചകം പോലെ പറഞ്ഞങ്ങ് നിർത്താം. ആ വാച്ചിഞ്ഞിതാ, അല്ലെങ്കിൽ പരുവക്കേടാകും, എനിക്ക് കൊച്ചിക്ക് പോകേണ്ടതാണ്. സ്തോത്രം. 10 മിനിറ്റ് കൂടെ എടുക്കട്ടെ അച്ഛാ, 1 മണിക്കൂർ. പത്ത് മിനിറ്റ് കൂടെ എടുക്കാം. ബാധ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ബാധ വരാനുള്ള കാര്യമാ പറഞ്ഞത്. ബാധ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ഓടിച്ച് പറയാൻ വായിപ്പിച്ച് സമയം കളയുന്നില്ല. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ബാധ വരാതിരിക്കാൻ ഒന്നാമത്തെ കാര്യം, കുഞ്ഞാടിനെ അറുത്ത് നീ ചോരത്തളി ആചരിക്കണം. ഒരു കുഞ്ഞാട് ഇറക്കപ്പെടണം, ഒരു കുഞ്ഞാട് യാഗമായി തീരണം. ആബീമ മാസം 1 മുതൽ മാസത്തിന്റെ ആരംഭമായിരിക്കണം. 10-ാം തീയതി ഒരു ആട്ടിൻകുട്ടിയെ തെരഞ്ഞെടുക്കണം. അത് 1 വയസ്സ് പ്രായമുള്ളത് ഊനമില്ലാത്തതും ആണുമായിരിക്കണം. അതിനെ 14-ാം തീയതി സന്ധ്യാസമയത്ത് അറുത്ത് ആ കുഞ്ഞാടിന്റെ രക്തം ഒരു കിണ്ണത്തിലെടുത്ത് ഈ സോപ്പ് ചെടിയുടെ കെട്ടെടുത്ത് കിണ്ണത്തി മുക്കി കട്ടളക്കാർ 2 കുറുമ്പടി മേലെ പുരട്ടി കാല് ചെരുപ്പിട്ട് കയ്യിൽ വടിപിടിച്ച് അരമുറുക്കി തീ ചുട്ട മാംസവും കയ്പ് ചീരയും പുളിപ്പില്ലാത്ത അപ്പം കൂടെ കൂട്ടി പിടിച്ച് അത് പുതിക്കണം. അന്ന് രാത്രി ആരും ഇതിന് വെളിയിലിറങ്ങരുത്. ഒരു സംഹാരകൻ കടന്നു വരുന്നുണ്ട്. ബാധ കടന്നു വരിക. ആദ്യജാതന്മാര് എന്റെ ഭാഷ പറഞ്ഞ തട്ടിക്കളയുവാൻ വേണ്ടി ഒരു ബാധ പരിധി നടക്കുകയാ. ഈ ബാധയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കുഞ്ഞോടിനെ അറുത്ത് ചോരത്തളി ആചരിക്കണം. ഈ കുഞ്ഞാട് മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സങ്കോചം കൂടാതെ തന്റെ ശിഷ്യന്മാരോട് പറയുക, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ പോകുന്നതാണ് സാക്ഷാൽ കുഞ്ഞാട്, യേശു ക്രിസ്തുവാകുന്ന കുഞ്ഞാട്. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേശാത്തവൻ, പാപമറിയാത്തവൻ, പാപം ചെയ്യാത്ത പരമവിശുദ്ധനായ ക്രിസ്തു. നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, ഭാവികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ വലിയവൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതല് ബാധ മാറാനുള്ള ഒന്നാമത്തെ കാര്യം, നീ ചോരത്തളി ആചരിക്കണം എന്ന് പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുമ്പോൾ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, നസറായനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഈ രക്തത്താൽ ചോരത്തളി ആചരിച്ചാൽ ബാധയിൽ നിന്ന് രക്ഷപ്പെടാം. ഈ രക്തം വിലയേറിയ രക്തമാ, ഇത് പരിശുദ്ധ രക്തമാ, ഇത് പുണ്യാക രക്തമാ, ഇത് ഗുണകരമായി സംസാരിക്കുന്ന രക്തമാ, ഇത് അവൻ ജയം തരുന്ന രക്തമാ, ഈ രക്തം വിടുതലിന്റെ രക്തമാ, ഇത് പരിശുദ്ധ രക്തമാ. ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിൽ ജയമാ. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, പൂർണ്ണ ശ്രേയം ഈ നിമിഷത്താൽ ശുദ്ധി ആയോ നീ, കുളിച്ചോ കുഞ്ഞാട്ടി, ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമപ്പോൾ നീ കലങ്ങുമ്പോൾ നീ ആകി കുളിച്ചോ കുഞ്ഞാട്ടി. മുണ്ടതാനത്ത് CSIക്കാരുള്ളത് കൊണ്ട് ഈ പാട്ട് പാടാൻ പേടിയാ. അവര് നല്ല ചരട് പിടിച്ച പോലെ പാടുന്നത്.
നമ്മളിവിടെ കിടന്നാൽ പറയാം അയാൾ കിടന്ന് കാറിയേച്ച് പോയെന്ന് പറയും. പേടിയാ. അതുകൊണ്ട് ക്രൈസ്തവ ലോകത്തിലെ പാട്ട് പാടാൻ അവർ തന്നെ എടുക്കരുത്, അല്ല ചിട്ടയോടാണ്. നമ്മൾ പാട്ട് തെറ്റുമ്പോൾ ഉടനെ മറുഭാഷ പറയും. അവർക്ക് അതില്ലാത്ത കൊണ്ട് അത് നിങ്ങൾ പാടി തീർക്കണം. കർത്തന്മാരോ ഏറ്റവും വെണ്മയായി കാണുമോ സ്വർപ്പൂരത്തിൽ വാസം ചെയ്തിട യോഗ്യ പാത്രമായി തീരുമോ അന്നാളിൽ കുളിച്ചോ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോയി കലക്കം പൊന്നിൻ ആങ്കി കുളിച്ചോ. ഇന്ന് രാത്രി ഭാരം വരാതിരിക്കാൻ എന്തോ ചെയ്യണം? കുഞ്ഞാടിനെ അറുത്ത് ചോരത്തലയാചരിക്കണം. ഒറ്റ വാക്ക് പറഞ്ഞ തങ്കച്ചാ ബാബു, നീ രക്ഷിക്കപ്പെടണം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു മാത്രമാ രക്ഷകൻ. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന സകല ഭാരം മാറും. കൂടോത്തുറ മാറും, ആവിയാരം മാറും, അറബിക്കെട്ടും മാറും, സകല കെട്ടും മാറും. അല്ല, നീ രക്ഷിക്കപ്പെടാതെ പിന്നെ ഇരുന്ന് നേർച്ച ഇട്ടുകൊണ്ടിരുന്ന കെട്ട് കൂടുകയുള്ളൂ. മാസ്റ്റർമാർക്ക് ഭാഷയെ പ്രാർത്ഥിക്കണം. എന്നാ അതിന് ഇത് അങ്ങനെ പ്രാർത്ഥിച്ചാലൊന്നും മാറുന്നതല്ല. ഇത് മാറണമെങ്കിൽ നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 5 പൈസ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട, 1/2 മൈൽ നടക്കണ്ട, കയ്യും കാലും ഒന്നും പൊക്കണ്ട. ഇരിക്കുന്നിടത്ത് എൻ്റെ ഭാഷയാ, നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണം, ഞാനൊരു പാപിയാ, എൻ്റെ പാപം മോചിച്ച് എന്നെ രക്ഷിച്ച് എൻ്റെ പാപത്തെ പരിഹരിച്ച് എൻ്റെ ഉള്ളത്തിൽ വന്ന് എന്നെ രക്ഷിക്കണമെന്ന് ഇന്ന് രാത്രി ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. ഒരു ഭാരയും എടുക്കത്തില്ല. അപ്പൊ ഭാര വരാതിരിക്കാൻ ഒന്ന് കുഞ്ഞാടിനെ അറുത്ത് ചോരത്തലി ആചരിക്കണം. ഒത്തിരി കാര്യം പറയാനുണ്ട്. അത് 2 കാര്യം പറഞ്ഞങ്ങ് നിർത്തുക. ബാധ വരാതിരിക്കാൻ രണ്ടാമത്തെ കാര്യം ഞാനിങ്ങനെ പറഞ്ഞത് വേർപാട് പാലിക്കും. വേർപാട് 23:9 വായിച്ച്, സംഖ്യാപുസ്തകം 23:9 പെട്ടെന്ന് വായിച്ചോ, നമുക്ക് പോകാം. ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? 9 23:9 ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. 21 വാക്യം കൂടെ ചേർത്ത് വായിച്ചോ. സെയിമാ, 21 കൂടെ വായിച്ചോ. യാക്കോബിൽ തിന്മ കാണുവാനില്ല. എന്നാ ഒരു പരുവക്കേട്. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. അവന്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കുന്നു. അടുത്തത് രാജകോലാഹലം അവരുടെ മധ്യയുണ്ട്. ദൈവം അവരെ മിസ്രൈമിൽ നിന്ന്. അത് എല്ലാ വാക്യങ്ങളും എടുപ്പിക്കുന്നില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ബാധ വരാതിരിക്കാൻ രണ്ടാമത്തെ കാര്യം വേർപാട് പാലിക്കണം. ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ. മോവാബ് സമഭൂമിയിൽ വന്ന് ഇസ്രായേൽ പരന്നിങ്ങനെ കിടക്കുക. കാലാള് തന്നെ 6 ലക്ഷം. പിന്നെ പിള്ളേരും പെറുങ്ങണിയും പെണ്ണും പടക്കോടിയും എല്ലാം കൂടെ 30 ലക്ഷം ഒന്നും അല്ല. ഭയങ്കരം. അത് കിടക്കുന്ന കാണാൻ എന്നെ ഒരഴക. വെട്ടിക്കളിക്ക് രാജാവൊന്നുമില്ലെങ്കിലും ഇവരോടത് കൊണ്ട് ദൈവം തമ്പുരാൻ പറഞ്ഞു, പിന്നെ നിങ്ങൾ മരുഭൂമിയിലോട്ട് പോകുമ്പോൾ പാളയം തീർക്കണം. ചുമ്മാ തെറ്റിയും ഉഴപ്പിയൊന്നും നടക്കരുത്. പാളയം 4 പാളയം: യഹൂദ പാളയം, എബ്രഹീമി പാളയം, ദാൻ പാളയം, രൂബേന്യ പാളയം. 4 പാളയം. ഒരു പാളയത്തിൽ 3 ഗോത്രം വെച്ച് 3 12. ഓരോ പാളയത്തിനും ഓരോ കൊടിക്ക് എമ്പളം ഉണ്ടെന്ന. അപ്പോൾ അത് കാഹളമൊക്കെ ഊതും. അടുപ്പ് പണിയായിട്ട് കാഹളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മീട്ടി ഊതുമ്പോൾ അതിൻ്റെയൊക്കെ ശബ്ദം ശ്രദ്ധിച്ചിരിക്കണം. ഉറക്കം തൂങ്ങിയിരിക്കരുത്. യുദ്ധത്തിനുള്ളതാണോ കൂടാനുള്ളതാണോ
പുറപ്പെടാനുള്ള ഉമ്മ അവിടെ നിന്ന് ഉറങ്ങി വെച്ച് എല്ലാത്തിനും അല്ലേലുയ ഉമ്മ വെക്കരുത്, കേട്ടേച്ച് വേണം. അപ്പോൾ ഇങ്ങനെ പാളയം 4 പാളയം തീർക്കണം. ആ പാളയം അങ്ങോട്ട് തീർത്ത് കൂടാരം അടിച്ച് കിടക്കുമ്പോൾ ഗണഗണമായി ഇങ്ങനെ ഓരോരുത്തൻ താന്താന്റെ പാളയത്തിലും ഓരോ എന്നാലും മേരി അപ്പുറേ കൂടെ പോകുന്നോണെ അവളെ വേറെത്തോ, അപ്പുറേ കൂടെ പോകുന്നോണെ അവളെ വേറെത്തോ, അന്നേരം തങ്ക തറ വീണ് ബോധക്കേടാന്നോ ഇതെല്ലാം. പിന്നെ തുള്ളി തുള്ളി ബൈബിളിന്റെ പുറത്ത് കയറി. നാളെ പണ്ട് അവിടെ ചങ്ങനാശ്ശേരിയിൽ ഒരു യോഗത്തിന് ഒരു അമ്മാമ്മ തുള്ളിയിട്ട് സാരി ഉടക്കുന്ന നോക്കുമ്പോ ഞാൻ തമാശ പറഞ്ഞതല്ല, ഇവര് തുള്ളിയിട്ട് അങ്ങോട്ട് ഒക്കുന്നില്ല. അപ്പൊ ഇതെല്ലാം കൂടി എടുത്ത് അങ്ങോട്ട് കുത്തിയേച്ച് ചിരിക്കാനൊന്നും പറഞ്ഞതല്ല. തുള്ളിക്കോ തുള്ളണമല്ലോ, തുള്ളലുണ്ടല്ലോ. പക്ഷെ ഓരോരുത്തൻ താന്താന്റെ കൊടിക്കരികിലും താന്താന്റെ പാളകത്തിൽ ബഹുമാന്യ സഹോദരിമാർക്കറിയാം. തലയിലിടുന്ന മൂടുപടം നീങ്ങിയാൽ അറിയത്തില്ലേ? പറ, നിങ്ങൾ പറ. അറിയാം, അതാ സുബോധത്തിന്റെ ആത്മാവ്. ഇത് മൂടുപടവും പോയി, എല്ലാം പോയി. എന്നൊക്കെ ഭൂതമാണ്. എടാ, ഇത് സുബോധത്തിന്റെ ശക്തിയുടെയും പരിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെ ജ്ഞാനത്തിന്റെ ആത്മാവ്. തുള്ളി തുള്ളി ബൈബിളിന്റെ പുറത്ത് കയറി തുള്ളുക. അതെന്താ ആത്മാവാ? അറിയാമല്ലേ പുസ്തകമാണ്. ഒരു തുള്ളി ഒരു തള്ളയുടെ കണ്ണാടി കയറി ചവിട്ടുക. തള്ള ഇങ്ങനെ നോക്കി നിൽക്കുക, കണ്ണാടി പെടാന്ന് പൊടിയുക. ഇവരെന്നാ ചെയ്യാനാ? അവർ മൂച്ചുള്ള തള്ളയായിരുന്നു. തുള്ളി തീർന്ന് പദം വന്നം പറഞ്ഞ് കണ്ണാടി വെക്കാതെ നിന്നെ വിടുകയെന്ന് പറഞ്ഞു. എൻ്റെ കണ്ണാടി തരാതെ നിന്നെ ഇവിടെ ഞാൻ, അതുകൊണ്ട് അവിടെ തുള്ളൽ കുറെ അങ്ങ് തീർന്നു. ഇത് തുള്ളി വരുമ്പോൾ നോക്കും കണ്ണാടിയോ വാച്ചോ വല്ലോ. ഇതിനെല്ലാം പ്രമേയമുണ്ടെന്ന്. ആരാധനയ്ക്ക് പ്രമാണമുണ്ട്. വായിച്ച എബ്രായർ 9:1 വായിക്ക്. എബ്രായർ ലേഖനം 9-ാം അധ്യായത്തിന്റെ 1 പെട്ടെന്ന് വായിച്ചോ, പെട്ടെന്ന് വായിച്ചു. എബ്രായർ 9:1 എന്ത് വായിക്കുക, എന്നെ ക്ഷീണിച്ചു പോകും. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ആരാധനയ്ക്കുള്ള ചട്ടം ചാട്ടമല്ല, ചാട്ടമുണ്ട്. ചട്ടത്തിൽ നിന്ന് ചാടണം. ചട്ടത്തിൽ നിന്ന് ചാടാത്തതൊന്നും ശരിയല്ല. ശ്രീമക്കളെ ഗണഗണമായി ഓരോരുത്തൻ താന്താന്റെ പാളകത്തിലും താന്താന്റെ കോടിക്കരികിലും ഏത് ഉണർവ് വന്നാലും പുരുഷൻ പുരുഷനാനും സ്ത്രീ സ്ത്രീയാന്നും കുഞ്ഞുങ്ങളെ സുബോധം വേണം. സ്തോത്രം. അത് ഞാൻ വിവരിക്കുന്നില്ല, ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഇവർ പ്രളയം അടിച്ച് കിടക്കുക. അപ്പോൾ ജാതിക പ്രവാചകനാകുന്ന പുള്ളിയ പ്രാഗാൻ കൊണ്ടുവന്നതാ, കാശ് കൊടുത്ത് കൊണ്ടുവന്നതാ. വെച്ചാൽ പ്രാഗ് ഇവനെ എല്ലാം കൊല്ലണം. പുള്ളി പറഞ്ഞു, ഞാൻ എൻ്റെ ശുശ്രൂഷ അങ്ങനത്തെ ശുശ്രൂഷയാ. ഈ അടുത്ത സമയത്ത് ഒരു സ്ഥലത്ത് നിന്ന് പ്രാഗി ആ ഏരിയയിലുള്ളത് മുഴുവൻ അതുകൊണ്ട് അച്ഛനെ വിളിച്ച് അറം പറ്റുന്ന പ്രാഗാൻ പറഞ്ഞു. ഇവള് മോവാബ് സമഭൂമിയിലെ മലയിലെ 3 ഭാഗത്ത് കയറ്റി. 3 ഭാഗത്ത് തോബിമലയും കയറ്റി, പയോറിലും കയറ്റി, പിന്നെ ഒരു ബാമോത്ത് വാലില് 3 സ്ഥലത്ത് കയറ്റി. പുള്ളി 3 പോയിന്റ് നിന്ന് നോക്കിയിട്ടൊന്നും ഏക്കുന്നില്ല. രാഗാൻ കൊണ്ടുവന്നതാ. പക്ഷെ വായിന്ന് വരുന്നതെല്ലാം അനുഗ്രഹത്തിന്റെ വചസ്സാണ്.
നിന്നെ പ്രാകാനായിരിക്കും കൊണ്ടുവന്നത്, പക്ഷേ ദൈവം തിരിച്ചു മാറ്റും അത്. നിന്നെ ശപിക്കാൻ ആ പദ്ധതി ഇട്ടേക്കുന്നത്, പക്ഷെ അത് മുഴുവൻ ദൈവം തിരിക്കും. സ്തോത്രം. രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ നീർത്തോട് പോലെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് ദൈവം തിരിക്കും. തിരിച്ചു പുള്ളി പ്രാകാൻ വരിക, പക്ഷെ പറയുന്നതെല്ലാം വിവരിക്കുന്നില്ല. സുഭാഷിതം അങ്ങോട്ട് ചൊല്ലി വന്നപ്പോ പറഞ്ഞ ഭാഗമാ ഇതാ. തനിച്ചു പാർക്കുന്ന ജനം എന്ന് പറഞ്ഞാൽ ഇവര് വേർപാട് പാലിച്ച് നിൽക്കുക. പാറ വരാതിരിക്കാൻ രണ്ടാമത്തെ കാര്യം വേർപാട് പാലിക്കണം. എല്ലാവരും ചെയ്യുന്നതും എല്ലാവരും കാട്ടിക്കൂട്ടുന്നതും എല്ലാവരും പ്രവർത്തിക്കുന്നതൊന്നും പ്രവർത്തിക്കാൻ ദൈവമക്കൾക്ക് പ്രമാണമില്ല. എല്ലാ ആഘോഷങ്ങളും എല്ലാ ചടങ്ങുകളും എല്ലാ ആചാരങ്ങളും എല്ലാ അനുഷ്ഠാനങ്ങളും എല്ലാ മാമൂലും എല്ലാ പിന്തുടർച്ച് ഇതൊന്നും ദൈവമക്കൾക്ക് പാടില്ലെന്നായി പറഞ്ഞേ. ക്രിസ്തുമസ് ഇന്ത്യക്കോസുകാരി ഇപ്പൊ നക്ഷത്രം തൂക്കി അല്ലേ, ലൈറ്റും ഒക്കെ കണക്കി തോരണമൊക്കെ തൂക്കി. ഈസ്റ്റർ ആഘോഷിക്കുന്നവരുണ്ട്. അപ്പവും താറാവ് കറി ഞാൻ നിരണത്തി എന്ന ആ താറാവിന്, പിന്നെ ഇൻട്രിയപ്പം, കുരുത്തോല, പിന്നെ ചടങ്ങ് ഒത്തിരി ഉണ്ട്. 28 കെട്ട്, മാമൂദീസ, ആണ്ടിയാത്രം, അടിയന്തിരം, 40, ഓരാണ്ട്. അപ്പച്ചൻ്റെ ഓർമ്മയാണ്. അപ്പം ജീവിച്ചിരിക്കുമ്പോൾ ഓർത്തില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഓർത്ത് ചില മുന്തിരിങ്ങായോ ആപ്പിളോ ചില ചൂടുകഞ്ഞി കൊടുത്തിരുന്ന അയാൾ ചില കുടിച്ചതിനെ പറഞ്ഞു. അത് കഴിയുമ്പോൾ ഇരുന്ന് ഓർക്ക് എന്തിനാണ് അപ്പച്ചൻ്റെ ഓർമ്മ. അപ്പച്ചൻ നിന്നെയെല്ലാം ഓർത്ത് അറം പറ്റി പ്രാഗി വെച്ചാ പോയത്. രമേ 5-8 എണ്ണം ഉണ്ട്, ഒരെണ്ണം പോലും ഗുണമില്ലല്ലോ ഇവന്. അപ്പച്ചൻ ചത്ത് കഴിയുമ്പോൾ ഓർക്കുന്നു. നിങ്ങൾ ഈ ആചാരങ്ങളും മറ്റനുഷ്ഠാനങ്ങളും പോകരുത്, വേർപാട് പാലിക്കണം. ഞാനൊരു കാര്യം പറയാം, ഇഷ്ടപ്പെട്ട ചോദിച്ചാൽ മതി. നീ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കൃപ വന്ന നീ വേറെ ഒരു പരിപാടിക്ക് ഇനിയും പോകരുത്. വേറെ കൊടി പിടിക്കരുതെന്ന് തെളിയിക്കണോ? ഒത്തിരി വേണ്ടല്ലോ. വിശദീകരിച്ചാൽ ചിലപ്പം നമ്മൾ സമയം പോകുന്നല്ല, നിങ്ങൾക്ക് കുഴപ്പമുണ്ടാകും. നിങ്ങളോട് പറയാം, അയാളെ എന്തിനാ വിളിച്ചത്, ഇനി മേലി അയാളെ ഇനിയും ഇടയപ്പാറ. നമ്മുടെ കൊടി ജയത്തിന്റെ കൊടിയാ. വെള്ളക്കൊടിയും പിടിക്കാൻ പോകണ്ട, ചുമന്ന കൊടിയും പിടിക്കാൻ പോകണ്ട, മഞ്ഞക്കൊടിയും പിടിക്കാൻ പോകണ്ട. പിന്നെ ഏതൊക്കെ കളർ ഏതാ? ചുമല, പിന്നെ മഞ്ഞ, ചുമല, വെള്ള, പിന്നെ അല്ല വേറെ ഉണ്ട്. ഉണ്ട്. കളറ് അങ്ങോട്ട് നോക്കുന്നു. അതും വേണ്ട. ദോഷാനുകാരെ പിടികിട്ടി. എടാ, കൃപയിൽ വന്ന നീയെ ദൈവത്തെ മാമോനെയും കൂടെ സേവിക്കാൻ ഇറങ്ങരുത്. ദൈവത്തെ സേവിക്കുന്നെങ്കിൽ ദൈവത്തെ തന്നെ സേവിക്കണം. ഏലിയാ പറഞ്ഞ് 2 തോണി കാല് വെക്കരുത് കേട്ടോ. 2 തോണി കാല് വെച്ചാൽ വള്ളം അങ്ങോട്ട് പോകുന്ന അവസാനം. ഞാനും പറയുന്നില്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. പിന്നെ എന്നാ പറ്റുമെന്ന് പറയാനറിയാൻ മേലായിട്ടൊന്നുമല്ല. പ്രായമുള്ള അപ്പച്ചനിരിക്കുന്നതുകൊണ്ട് ഞാനങ്ങ് അടങ്ങുക. യഹോവ ദൈവമാണ്, യഹോവയെ ഭജിക്ക്. പാലാണോ നിനക്ക് ഗുണം വരുത്തുന്നത് ചിന്ത, നീ പാലിന്റെ പുറകെ പോകും. രണ്ടിലും കൂടെ നീ തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ വേറെ കൊടി പിടിക്കാൻ പോയി ഞായറും ബർത്ത്ഡേ ആഘോഷിക്കാനും ഉണ്ട്, വെഡിങ് ആനിവേഴ്സറിക്കും ഉണ്ട്, സപ്തതിക്കും ഉണ്ട്, ഷഷ്ടിക്കും ഉണ്ട്, പൊന്നാട അണിയിക്കാനും ഉണ്ട്, പാരിതോഷികം കൊടുക്കാനും ഒരുപാട് പാലിക്കണം.
എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുകയല്ല കേട്ടോ. ഇത് ഗുണം വരുന്ന കാര്യമാണ് പറഞ്ഞു തരുന്നത്. മാലിന്യപ്പെട്ടിടാതോടിയിടുക മണവാളൻ വാരാവേറ്റം അടുത്തുപോയി. മാലിന്യപ്പെട്ടിടാതോടിയിടുക മണവാളൻ വരവേറ്റമടുത്തു പോയി. മണിയറയിൽ പോയി നാം ആശ്വസിക്കാൻ, പോയി നാം ആശ്വസിക്കാൻ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തിരച്ചു നാം ഒരുങ്ങിയിടാം. പ്രിയൻ വരുവതിൽ താമസമേറയില്ല. പ്രിയൻ വരുവതിൽ താമസം ഏറയില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, വേറെ വരാതിരിക്കാൻ വേർപാട് പാലിക്കണം. പ്രതികരിക്കാൻ ഒത്തിരി ഉണ്ട്, നേരമില്ലാത്ത കൊണ്ട് ഇന്ന് പറയുന്നില്ല. ബാക്കി ആണ്ടാ ഇവിടെ ഒരു അമ്മാമ്മ യോഗം നടത്തുന്നുണ്ട്, അത് വന്നിട്ടുണ്ടായില്ല. ലിസി വരാന്ന് പറഞ്ഞത് ഉണ്ടുണ്ട്. അമ്മാമ്മ നടത്തുന്ന യോഗത്തിന് വേണേ ഒക്കുന്നെങ്കിൽ ഇതിന്റെ ബാക്കി പറയാം. യോഗം ഉണ്ടോ അമ്മാമ്മേ? 3-ാം തീയതി അല്ലേ? ഏത് 3? മാർച്ച് 3 തന്നെ. ഇതിന്റെ ബാക്കി രണ്ടുകൂടെ എന്നാ പറഞ്ഞു? യോഗത്തിന് പോകണ്ടെന്നോ? മാർച്ച് 3 മൈക്ക് കൂടല്ലേ പറഞ്ഞു? അപ്പൊ ശ്രദ്ധിക്കുക, ബാധ വരാതിരിക്കാൻ 1, കുഞ്ഞാടിനെ അറുത്ത് നീ ചോരത്തളി ആചരിക്കണം. 2, ബാധ വരാതിരിക്കാൻ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, നീ കർക്കശമായി വേർപാട് പാലിക്കണം. ഇത് വേർപാടിന്റെ ഉപദേശമാണ്. വേർപാട് പാലിക്കണം. ഒരു വാക്യവും കൂടെ വായിച്ചങ്ങ് നിർത്ത, അതേ ഒക്കൂ. വായിക്കാവോ? പാട്ടുകാരത്തികൾ തളരുമെന്നേ ഉള്ളൂ, വായനക്കാര് തളരുമെന്നൊന്നുമില്ല. വായിച്ചേ. 24-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം എന്ന് പറഞ്ഞാൽ ശാമുവേലിന്റെ 2-ാം പുസ്തകം 24-ന്റെ 21. വായി. നിർത്തുക. യജമാനനായ രാജാവ് അടിയന്റെ അടുക്കൽ ഞാൻ പുസ്തകം ഇവിടെ വെച്ചു. ഞാൻ പുസ്തകം ശുശ്രൂഷക്കാരന്റെ കൈ കൊടുത്തെന്നാണ്. യജമാനനായ രാജാവ് അടിയന്റെ അടുക്കൽ വരുന്നത് എന്ന് അരവന ചോദിച്ചത്. ദാവീദ് ബാധ ജനത്തെ വിട്ടുമാറുവാൻ തക്കവണ്ണം യഹോവയ്ക്കൊരു യാഗപീഠം പണിയണം. ബാധ മാറാൻ എന്നാ ചെയ്യണം? ബാധ വരാതിരിക്കാൻ യാഗപീഠം പണിയണം. പശ്ചാത്തലം അറിയാമല്ലോ. മൂപ്പിലേക്ക് പ്രായമായപ്പോ ഒരു ഇളക്കം എണ്ണണമെന്ന്. ഓരോരുത്തർക്ക് പ്രായമാകുമ്പോൾ ഓരോരോ സൂക്കേടുകളാ. ഒരാൾ പറഞ്ഞു, എനിക്ക് വല്ലതും തിന്നേ ചൊന്ന് ചാകണം. മോനെ, നീ വില്ലും പൂണിയും എടുത്ത് വനത്തിൽ പോയി വേട്ട തേടി എനിക്ക് ഏറ്റവും രുചികരമായ വേട്ടയിറച്ചി കൊണ്ടുവന്ന് തന്ന് തിന്ന് നിന്നെ എന്തോ ഒരാഗ്രഹം. ഇവിടെ ദാവീദ് വാർദ്ധക്യമായി. 22-ന് 1 വായിച്ചു. പെട്ടെന്ന് വായിരുന്നു, നേരം പോകുന്നു. യഹോവ ദാവീദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച ശേഷം അവൻ യഹോവയ്ക്ക് ഒരു സംഗീതം പാടി. 23-ന് 1 വായിച്ചു. ദാവീദിന്റെ അന്ത്യവാക്യങ്ങളാവിത്. പോകാറായപ്പോ പുള്ളിക്ക് ഒരു പൂതികളക്കം. എല്ലാരും ഒന്ന് എണ്ണണമെന്ന്. എണ്ണണം. ഞാൻ യാതൊരു ഭാഗം ഒന്നും എടുക്കുന്നില്ല. ഇത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു.
ഇത് ദൈവത്തിന് ഇഷ്ടക്കേടായതുകൊണ്ട് ഗാനപ്രവാചകൻ തേച്ച് പറഞ്ഞ് ചെയ്തത് തെറ്റാ. നീ എന്ന് പറയണം. ഇത് ഇഷ്ടക്കേടായതുകൊണ്ട് 3 ബാധ അയക്കാൻ പോകുന്നേ. ഒന്നെങ്കിൽ 7 മാസം ക്ഷാമം, അല്ലെങ്കിൽ 3 മാസം ശത്രുക്കൾ വന്ന് ഭരിക്കും, അല്ലെ 3 ദിവസം മഹാമാരി. ഇഷ്ടമുള്ളത് ആസ് യു ലൈക്ക്. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. തെറ്റിയോ സാറേ? ആ, സ്തോത്രം. 7 വർഷത്തെ ക്ഷാമം വേണോ? 3 മാസത്തെ ശത്രുപീഡ വേണോ? 3 ദിവസത്തെ മഹാമാരി വേണോ? അപ്പൊ ദാവീദ് പറഞ്ഞു, എന്തിനാ വല്ലവന്റെയും കൈ ചെന്ന് വീഴുന്നേ? ദൈവത്തിന്റെ കയ്യിലോട്ട്, ദൈവത്തിന്റെ കയ്യിൽ അങ്ങ് വീടാ. 3 ദിവസം മഹാമാരി, സ്തോത്രം, ആകെ പ്രശ്നം. ഒടുവിൽ ബാധ ഇങ്ങോട്ട് യെരൂശലേമിനെ ബാധിക്കാൻ വരിക. ബാധ യെരൂശലേമിലോട്ട് കയറി വന്നപ്പോൾ ദൈവം തമ്പുരാൻ സംഹാര ദൂതനോ ബാധ അടുത്ത ദൂതനോട് നിർത്ത്, കൈവലി, അവിടെ നിൽക്കൂ. ഇതിനിടയ്ക്ക് ദാവീദ് കരഞ്ഞ് പ്രാർത്ഥിച്ച് നിലവിളിച്ച്, ദൈവമേ, ഈ ആടുകളല്ല എന്നാ ചെയ്ത്? ഞാനല്ലയോ എണ്ണിയത് ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് കുറെ എണ്ണത്തിനെ തട്ടി, ബാധ വന്നു, എണ്ണം നിർത്തി. എന്റെ കുഴപ്പമാ, ഈ ആടല്ല എന്നാ ചെയ്ത്? നടത്തിപ്പുകാരും ശ്രദ്ധിച്ചോണം, നമ്മൾ നിമിത്തം ജനത്തിന് കുഴച്ചിലുണ്ടാകരുത്. നമ്മൾ നിമിത്തമേ ജനം കുഴയരുത്. ഇപ്പൊ ഞാനാന്നേലും നിങ്ങളാന്നേലും എത്ര നാൾ ജീവിക്കുമെന്ന് നമുക്കറിയത്തില്ല. മരിക്കുന്നതിന് മുമ്പിൽ കാര്യങ്ങൾക്കെല്ലാം ഒരു ക്രമീകരണം അതും വേണം. വേണ്ടായോ? ചില ആൾക്കാരെ ഞാൻ ചാകുകയല്ലെന്നും പറഞ്ഞിരിക്കുക. കത്ത് കഴിയുമ്പോൾ പിന്നെ കടന്ന് നിങ്ങൾ കണ്ണേ നോക്കി ചിരിച്ചല്ലോ. അല്ല, ജീവിച്ചിരിക്കുമ്പോ ഇതൊക്കെ ക്രമീകരിക്കണം. ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. ദാവീദ് പറഞ്ഞു, അയ്യോ ഞാനാ തെറ്റ് ചെയ്തത്, ആടെന്നാ ചെയ്തു? അനുദപിച്ചു, പ്രാർത്ഥിച്ചു, ഏറ്റു പറഞ്ഞു. ബാധ മാറ്റാൻ തമ്പുരാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, ഒരു യാഗപീഠം പണിയണം. ഞാൻ ആ ഭാഗം ഇങ്ങനെ പറഞ്ഞങ്ങ് നിർത്താം. 1, ബാധ മാറാൻ കുഞ്ഞാടിന്റെ ചോരത്തല ആചരിക്കണം. 2, ബാധ മാറാൻ ദൈവമക്കൾ വേർപാട് പാലിക്കണം. എൻ്റെ ഭാഷയിൽ പറയാം, 3, ബാധ മാറാൻ യാഗപീഠം പണിയണം. അത് സുളിവിലല്ല, കാശ് മുടക്കി ചെലവഴിച്ച്, ചുമ്മാ സുളിവിലൊന്നും നടത്തരുത്. നന്നായിട്ട് ചെലവഴിച്ച് യാഗപീഠം എന്നുള്ളത് ആരാധനയാണ്. അതെന്ന് പറഞ്ഞാൽ നീ സത്യത്തിലും ആത്മാവിലും നേരും ചൊവ്വിനെ ആരാധിച്ചാൽ സകല ബാധകൾ എന്ത് ചെയ്യും? മാറ്റും. ഇന്ന് രാത്രി പരിശുദ്ധാത്മ നിറവിൽ നീ ആരാധിച്ച് ബലപ്പെട്ടാൽ സകല ബാധയും മാറും. ഹല്ലേലൂയ! ആത്മനിറവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതല്, അതാ പെന്തിക്കോസ് ആരാധനയുടെ വിശേഷത. അവൻ സകല കെട്ടുകളെ പൊട്ടിക്കുന്നതാ പെന്തിക്കോസ് ആരാധന. ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും ബാധകളും ക്ഷുദ്രപ്രയോഗവും സകല കൂടോത്രവും സകല കെട്ടും പൊട്ടിക്കുന്ന ആരാധനയാണ് പെന്തിക്കോസ് ആരാധന. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. അവയാ ഞങ്ങൾ സങ്കല്പങ്ങളും വിചാരങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന ഉയർച്ചകളെ പിടിച്ചടക്കും. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ബലപ്പെടുന്ന ദൈവത്തിന്റെ പൈതല്, ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതല്, സകല ബാധകളും ഇന്ന് രാത്രി ദൈവം മാറ്റിത്തരും. നിന്റെ കുടുംബത്തിനെതിരെ, തലമുറയ്ക്കെതിരെ, നിനക്കെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ, ദൈവസഭയ്ക്കെതിരെ, ദൈവദാസന്മാർക്കെതിരെ വെല്ലുവിളിക്കുന്ന എല്ലാ ബാധശക്തികൾ ഇന്ന് രാത്രി ആരാധനയിൽ മാറും. യാഗപീഠം ശരിക്കും പണിത് യാഗം നടക്കുമ്പോൾ, ആരാധന വെളിപ്പെടുമ്പോൾ സകല ബാധകളും ഇന്ന് രാത്രി അഴിഞ്ഞു മാറുമെന്ന്. ദേശത്തിന്റെ ബാധ മാറുവാൻ ദേശത്ത് സത്യാരാധന വെളിപ്പെടട്ടെ. നിന്റെ കുടുംബത്തിന്റെ ബാധ മാറുവാൻ കുടുംബത്തിൽ ആരാധന ഉയരട്ടെ. രാജ്യത്തിന്റെ ബാധ മാറുവാൻ അവൻ സത്യനമസ്കാരികൾ ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി ബാധകളെ മാറ്റുന്ന ദൈവം, അനർത്ഥങ്ങളെ മാറ്റുന്ന ദൈവം. ഒരു അനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധകം നിന്റെ ഗൂഢാരത്തിലെടുക്കത്തില്ല. അടമന ദുരിപിക്കപ്പെട്ടവന അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. സകല ബാധകൾ ഇന്ന് രാത്രി മാറട്ടെ. നിന്റെ കുടുംബത്തെ കാർന്നു തിന്നുന്ന, തലമുറകളെ കാർന്നു തിന്നുന്ന സകല ബാധകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ.
ദൈവത്തെ മഹത്വപ്പെടുത്ത്, ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഇന്ന് രാത്രി എല്ലാവരും ദൈവത്തെ സ്തുതിക്ക്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ഭാരകം നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. രാത്രിയിലെ ഭയത്തെയും പകൽ പരക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേര് വീടും എങ്കിലും അത് നിന്നോട് അടുത്ത് വരത്തില്ല. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കും, മഹത്വം കൊടുക്കും. അടമന ജലപടപടപടപട ഉരുവികപടപടപട ഒരറ്റം മുതൽ ഒരറ്റം വരെ ദൈവാത്മാവിന്റെ പകർച്ച ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതല് സകല ഭാരങ്ങൾ ഈ രാത്രി ദൈവാത്മാവ് അടിച്ചു മാറ്റുന്ന രാത്രിയാ. വന്നതുപോലെ തിരിച്ചു പോകരുത്. നാളുകളാണ് നിന്റെ കുടുംബത്തെ, നിന്നെ തലമുറയെ കേർന്നു നിന്ന ബാധകളുടെ ശക്തികൾ ഇന്ന് രാത്രി ദൈവം അടിക്കുന്ന രാത്രി. അടൽക്കട്ട ദുരപടമ റഗദന ദുരിവി അടമ റഗദന ദുരിവികവലവല ഏറ്റെടുത്ത് ഇന്ന് രാത്രി വിടുതലോട് വിടുതലോട് ജയത്തോടെ മടങ്ങിപ്പോ. ഒരു അനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല, ഒരു ഭാരകം നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. നിന്റെ എല്ലാ വടികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരുടെ കൽപ്പിക്കും. നിന്റെ കാല് കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിക്കും. അനുഭവിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്ത്, അനുഭവിക്കുന്നവർ ദൈവത്തെ സ്തുതിക്ക്. ഇന്ന് രാത്രി സകല ഭാരങ്ങൾ മാറട്ടെ. ആരാധനയുടെ വിടുതൽ അടമന ദുരിപിക്കപരപടപല ദുരിപിക്കപരപടപദന യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഒരു പടിക പാട്ടിന്റെ 2 ചരണം പാടിയാ മതി, നേരെ അതിനേ ഉള്ളൂ. അല്ലെ ചേർന്ന് പാടി കൈകൾ 2 ചരണം പാടാ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ, കുഞ്ഞാതീനം കോട്ടകൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ.